ഓക്കെ. പക്ഷെ ഇപ്പൊ എന്ത് പ്രശ്നം വന്നാലും നമ്മളൊരു കോൺട്രിബ്യൂട്ടർ ആണെന്നുള്ള ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ബോധം. അതായത് ടോണി റോബിൻസിനെ പോലെയുള്ള 65 ബിസിനസ്സുകളാണ് ഇപ്പോഴും അദ്ദേഹത്തിന് കോച്ചുണ്ട്, അദ്ദേഹത്തിന് മെന്ററുണ്ട്. 400 കമ്പനികളിലെ റിച്ചർഡ് ബ്രാൻസനെ പോലെയുള്ള ആളും കോച്ചിന് വെച്ചിരിക്കുക. എന്തിനാണിത്? ലീഡേഴ്സിനെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കേണ്ടതുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, ഇന്റർപേഴ്സണൽ ലെവൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, പ്രസന്റേഷൻ സ്കിൽ വരേണ്ടതുണ്ട്, പബ്ലിക് സ്പീക്കിംഗ് വരേണ്ടതുണ്ട്. ഇതെല്ലാം കിട്ടാനുള്ള അവസരമാണ് മാസ്റ്റർ മൈൻഡ് എന്നുള്ളത്. ഈ കോമ്പറ്റീറ്റേഴ്സിനെ കാണുമ്പം ഉണ്ടാവുന്ന ഭയത്തെ മാറ്റിയെടുത്താൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്നുള്ള വലിയൊരു സത്യം തിരിച്ചറിഞ്ഞു ഇതിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് വേണ്ടുന്നത് നമുക്ക് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നേടാനുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ട്, മണി ഇവിടെ ഉണ്ട്. ദ ഡിസിഷൻ യു ആർ ടേക്കിംഗ് വൈൽ യു ആർ ഇൻ ഡൗൺ വേൾഡ്. നിങ്ങൾ കുഴിയിൽ വീണ സമയത്ത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ, ആ ബിസിനസ് തകർന്ന സമയത്തുള്ള തീരുമാനം. ആൻഡ് ദാറ്റ് ഡിസിഷൻ, ആ ഡിസിഷനാണ് നിങ്ങളുടെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം, ലോകത്തിന്റെ യാഥാർത്ഥ്യം. എവരി മാസ്റ്റർ വൺസ് വാസ് എ ഡിസാസ്റ്റർ. നമ്മള് മെന്റലി എല്ലാരും മാറ്റി, പക്ഷെ നമ്മൾ വിഷ്വലി ഒരു മാറ്റിയ സംഭവമാണ് ഇത് ശരിക്കും. ഇത് അന്ന് ക്ലാസ് കിട്ടിയതിന് ശേഷം തന്നെയാണ് ഞാൻ ഈ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഏത് ഏരിയയിലാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പറ്റും, ഞാൻ കറക്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഈ ഡിഷും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നതിന്റെ സൈഡില് ചെറിയ രീതിയിൽ നീറ്റ് കുറവുണ്ട് എന്ന് പറഞ്ഞു. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോബ്ലം ആണ് എന്ന് മനസ്സിലായിക്കൊണ്ട് അത് വൈപ്പ് ചെയ്യാൻ മാത്രമായിട്ട് ഒരു സർവീസ് സ്റ്റാഫിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ അത് റെഡിയാക്കിയോടുകൂടി അവർക്ക് അവരുടെ സർവീസ് ഓക്കെ ചെയ്യും. ഇത് രണ്ടും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നവരാണ് റിയൽ സക്സസ്ഫുൾ ഓണ്ടർപ്രനർ. കോമ്പറ്റീഷൻ എന്നുള്ള ഒരു വാക്കിനെ വളരെ ആകർഷിച്ചതാണ്. കാരണം ഞാൻ ആ ഒരു ലെവലിലുള്ള ഒരാളായിരുന്നു. അപ്പൊ അതിന്നും എനിക്ക് അത് ഒഴിവായി. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഫ്രീ ആയി അത് ഒഴിവായപ്പോ. അബ്ദുൽ ജസീം, വാവ്, വെരി ഗുഡ്, വണ്ടർഫുൾ, വെരി ഗുഡ്, ലവ് ഇറ്റ്. യെസ് സർ, വെരി ഗുഡ്, വെരി ലവ് ഇറ്റ്. എനിവേ, നെക്സ്റ്റ് പേഴ്സൺ, കം ഓൺ. മാസ്റ്റർ മൈൻഡ് സെഷനിലെ അടുത്ത ആൾ സക്സസ് സ്റ്റോറിയാണ് ഇത്തവണ. നമുക്ക് പിന്നീട് ഇനിയും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാലഞ്ചസുകൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമാണ്, വീക്ക്നെസ്സുകളുണ്ട്, ചാലഞ്ചുകളുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് റിയാലിറ്റി പ്രിൻസിപ്പിളിലേക്ക് എത്തുന്നത്. അല്ലാതെ കേവലം ഭയങ്കര നമ്മുടെ പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ട് എപ്പോഴും നമ്മളിങ്ങനെ ഈ നമ്മൾ മലയാളത്തിൽ പഴഞ്ചൊല്ല പറയാനുണ്ടല്ലോ, ഒട്ടകപക്ഷി ഇങ്ങനെ തല കുത്തിയെന്നുള്ള കാര്യമില്ലാന്ന് പറഞ്ഞ പോലെ അതിലേക്ക് നമ്മൾ വരും. പക്ഷെ ഇത്തവണ നമ്മൾ എന്താ സെലക്ട് ചെയ്തത് സക്സസ് സ്റ്റോറിയാണ്. എന്തൊക്കെയാണ് സക്സസ്? നെക്സ്റ്റ് പേഴ്സൺ, കമാൺ, സെൽഫായിട്ട് രംഗത്തേക്ക് വരും. ആരാണ് വരുന്നത്? അല്ല പിന്നെ ഞാൻ വിളിക്കും. ബി വെരി ഓപ്പൺ. ഷോയിങ് അപ്പ് എന്ന് പറയും. നിങ്ങൾ തയ്യാറായി വരിക. ഷോയിങ് അപ്പ് ഈസ് ദ സീഡ് ഓഫ് സക്സസ്. സക്സസിന്റെ സീഡാണ്. നിങ്ങൾ ഷോപ്പ് ചെയ്യാം. എങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഓൺ ബോർഡ് ഓർ ഓൺ ദ സ്റ്റേജ് മിസ്റ്റർ അബ്ദുൽ ഗഫൂർ. Abdul Ghafoor sir, come on, come on, energy, come on, energy, 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 come on. ഞാൻ തന്നെയാണോ സാറേ? വേറെ Yes, yes, of course, airlines, yes, of course, you are the person I selected. Yeah. ഞാന് പിന്നെ നമ്മളെ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് സാധാരണ നമ്മളെ ഓരോ ഓർഗനൈസേഷനിലും ഞാന് പിന്നെ റെസ്റ്റോറന്റ് നമ്മുടെ സെഷൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗ്രോത്ത് മാസ്റ്റർ സെഷൻ, നമ്മുടെ കോഴ്സിന്റെ സെഷൻ ആണ് ഉദ്ദേശിച്ചത്. അതെ അതെ, ബിസിനസ് നമ്മുടെ ക്ലാസ്, ബിസിനസ് ഗ്രോത്ത് മാസ്റ്റർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് സാധാരണ പിന്നെ നോമ്പിന് പൊതുവെ റെസ്റ്റോറൻറ്റ്സുകൾ കുറവാണ് ഉണ്ടാവല്. ഇപ്രാവശ്യം ചില റെസ്റ്റോറൻറ്റ്സുകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നെ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു മന്ത്ലി ഓപ്പർച്യൂണിറ്റി മൾട്ടിപ്ലയർ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മോം എന്ന് പറഞ്ഞിട്ടൊരു മീറ്റിംഗ് നടത്താറുണ്ട്. അതില് സാധാരണ എല്ലാ സ്റ്റാഫുകളും മാനേജ്മെന്റും ഒക്കെ ഉണ്ടാവുന്ന ഒരു മീറ്റിംഗ് ആണ്. സാധാരണ ഈ മീറ്റിംഗ് തുടങ്ങുമ്പോ തന്നെ നമുക്കൊരു കോർ പർപ്പസ് ഉണ്ട്. ടു ടച്ച് ദ സോൾ ഓഫ് പീപ്പിൾ ബൈ പ്രൊവൈഡിങ് മെമ്മറബിൾ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് നമ്മുടെ കോർ പർപ്പസ്. അപ്പൊ ഞാനിത് കുറെ കാലങ്ങളായിട്ട് എല്ലാവരുടെ അടുത്തും ഇത് സംസാരിക്കുന്നതാണ്. ഈ പിന്നെ നമ്മള് ശരിക്കും ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നമ്മള് ജോലി ചെയ്യാൻ വരുമ്പോ ഈ പർപ്പസ് ആണ് നമ്മളെ ശരിക്കും ഡ്രൈവ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മളെ കോർ പർപ്പസും കോർ വാല്യൂസും അതിലും പരമാവധി ഇവരെ എത്രത്തോളം എത്തിക്കാൻ പറ്റുന്നോ അവിടെയാണ് ശരിക്കും നമ്മൾ ആ ഒരു
നമ്മളെ ഉദ്ദേശം എന്താണോ അതിലേക്ക് നമ്മളെ സ്റ്റാഫ് എത്തേണ്ടത്. അപ്പൊ അതിലേക്കാണ് സാധാരണ ഇവർ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇപ്രാവശ്യം ഞാൻ പിന്നെ സാധാരണ ഈ മോമില് കൂടുതലായിട്ടും സംസാരിക്കല് ഞാൻ തന്നെയാണ്. കാരണം പിന്നെ അതിന്റെ പിന്നെ അതിന്റെ ഒരു ആ സ്ഥാപനത്തിന്റെ പിന്നെ ലീഡർ എന്നുള്ള നിലക്ക് ഞാൻ തന്നെയാണ് ഈ മോമില് സാധാരണ കൂടുതൽ സംസാരിക്കാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ ഈ കോർപ്പറേറ്റ് ഒന്നും പറഞ്ഞില്ല. പകരം ഞാന് സാധാരണ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഞാന് വ്യക്തി പിന്നെ ശുദ്ധിയെ കുറിച്ചും ഇവരെ ചിന്താഗതിയിൽ വരുത്തേണ്ട മാറ്റത്തിനെ കുറിച്ചുമായിരുന്നു സംസാരിച്ചു തുടങ്ങി. ഞാൻ സാറിന്റെ ഓരോ വാക്കുകളും സംസാരിക്കുമ്പോൾ ഞാൻ സാറിനെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സംസാരിച്ച് ഞാന് നമ്മളെല്ലാവരും ഇതിന്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ആണെന്ന് ഒരു പരിധി വരേക്കും ഞാൻ ആ പറയുന്നതിൽ പിന്നെ എനിക്ക് എത്തിക്കാൻ പറ്റി. അപ്പോ പിന്നെ ഈ പ്രാവശ്യം സംസാരം കഴിഞ്ഞപ്പോ തന്നെ എല്ലാരും ആ ഒരു മാറ്റം ശരിക്കും മനസ്സിലാക്കിയെന്നല്ല, അവരെ ഉള്ളിന്ന് ആ മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് അവരെ മുഖത്തുനിന്നും എനിക്ക് വായിക്കാൻ പറ്റി. പിന്നെ പേഴ്സണലി എന്നെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ബിസിനസ്സിൽ ഞാൻ കുറച്ചൊരു താല്പര്യം കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോ എങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ശരിക്കും ഇമോഷണലി അത് നമ്മളെ പിന്നെ ബാധിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ എന്ത് പ്രശ്നം വന്നാലും നമ്മളൊരു കോൺട്രിബ്യൂട്ടർ ആണെന്നുള്ള ആ ഒരു ഉള്ളിന്നുള്ള ഒരു ബോധം നമ്മളെ എപ്പോഴും നമ്മളെല്ലാ പ്രശ്നത്തിന്റെ മുന്നിൽ നമ്മളെ ഒരു സന്തോഷത്തോടെ നിലനിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം എല്ലാവർക്കും കോൺട്രിബ്യൂഷൻ ആണല്ലോ ചെയ്യണത്. നമ്മളെ കൂടെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മളെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും ഏത് ലോവർ ലെവൽ മുതൽ ഏത് ഹയർ ലെവൽ വരേക്കുള്ള സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിന്റെ പാർട്ടാണെങ്കിലും ഒഫീഷ്യൽസ് ആണെങ്കിലും ഒക്കെ പരസ്പരം കോൺട്രിബ്യൂഷൻ ആണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് 100% ബിസിനസ് എന്നുള്ളതിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ഒരു റിയലൈസേഷൻ. അതിലുണ്ടായ മാറ്റങ്ങൾ എന്താ പറയാ, ഗ്രോത്ത് ലെവലിൽ മാറ്റം വിസിബിൾ ആയി തുടങ്ങിയോ? എന്താണ് അവസ്ഥ? അതായത് പിന്നെ ഞാന് ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഡെയിലി ആദ്യം ഞാൻ എന്നിൽ ഈ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തുന്നുണ്ട് ഇപ്പൊ. അപ്പോ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഓരോ പോയിന്റ്സ് നമ്മൾ പലപ്പോഴും ഇതെല്ലാം കേൾക്കുന്നും കാണുന്നൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒരു എക്സ്പീരിയൻഷ്യൽ ലെവലിൽ നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലായിരുന്നു. പലതും ചിലപ്പോൾ നമ്മളൊക്കെ പലയിടത്തുനിന്നും കേട്ടിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് നമ്മളെ ഉള്ളിൽ നിന്ന് നമ്മൾ ആദ്യം മാറി നമ്മൾ മാറ്റത്തിന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വന്നത്. ഇപ്പൊ ഞാൻ സ്വമേധയാ ഞാൻ മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തും നമുക്ക് അതിന്റെ മാറ്റങ്ങൾ കാണുന്നുമുണ്ട്. തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അല്ല, അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കപൂർ സാർ. മുമ്പ് നിങ്ങൾ പറഞ്ഞ വിഷയമുണ്ടല്ലോ, ആ കോർ വാല്യൂസിനെ നിങ്ങൾ എവിടെയൊക്കെ എഴുതി വെച്ചു, അതിങ്ങനെ ഓരോ തവണ ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ട് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് റിച്വൽ അല്ലെ, ഒരു ചടങ്ങ് പോലെ ഞാന് ഈ കോർ പർപ്പസും കോർ വാല്യൂസും ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ കുറെ വർഷങ്ങളായിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. അപ്പോ ഇതില് മലയാളി സ്റ്റാഫ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഹിന്ദിക്കാരുണ്ട്, ഇങ്ങനെ പലരും ഉണ്ടല്ലോ. അപ്പോ ഹിന്ദിക്കാർക്കൊക്കെ കാണാതെ അറിയാം ഈ കോർ പർപ്പസ്. കാരണം ഈ സാധാരണ നമ്മളിങ്ങനെ ഒരു ഡെയിലി ഒരു ബ്രീഫിംഗ് ഒക്കെ ഉണ്ടാകും, ഒരു വെൽനസ് ഹാബിറ്റ് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. അപ്പോ ഈ ഡെയിലി ബ്രീഫിങ്ങിനകത്ത് ഓരോ സ്റ്റാഫുകളും, അതായത് ഒരു ക്ലീനിങ് ബോയ് മുതൽക്കാണെങ്കിലും ഒരു പ്രൊഡക്ഷൻ സ്റ്റാഫ് ആണെങ്കിലും ഒക്കെ ഈ സ്ലോഗൻ ഫസ്റ്റ് ഒന്ന് ചെല്ലണം, കോർ പർപ്പസ്. എല്ലാവരും മാറി മാറി ചെല്ലും. ഇവർക്കൊക്കെ കാണാതെ അറിയാം. അപ്പൊ ഇതിങ്ങനെ കാണാതെ പറയുന്നത് എന്താന്ന് പോലും ഉള്ളിന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു ഇപ്പൊ. പക്ഷെ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഇങ്ങനെ പഠിപ്പിക്കുന്നതിന് പകരം എന്താണ് നമ്മൾ യഥാർത്ഥ മൂല്യങ്ങൾ എന്നുള്ളത് അവരെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അവരെല്ലാ തലങ്ങളിലും അവർക്ക് വിജയിക്കാൻ പറ്റും. അവർ പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിലും പേഴ്സണൽ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഫിനാൻഷ്യൽ ആണെങ്കിലും സോഷ്യൽ ലൈഫിലാണെങ്കിലും ഒക്കെ. അതാണല്ലോ ഒരു അൾട്ടിമേറ്റ് സക്സസ് എന്നുള്ളത്. നമ്മളൊരു ബിസിനസ് എംപ്ലോയി ആണെങ്കിലും എംപ്ലോയർ ആണെങ്കിലും ഒക്കെ അതന്നെയാണല്ലോ വേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സർവീസും കൂടിയാണ്. അവര് നമ്മളെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും നമ്മൾ അവരെ ഓണേഴ്സ് ആണെങ്കിലും പരസ്പരം യഥാർത്ഥത്തിലൊരു കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അതാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അതായത് ആദ്യം അതൊരു ചടങ്ങ് പോലെ എല്ലാവർക്കും അതിന്റെ വാക്കുകൾ ബൈഹാർട്ടാണ് മെമ്മറൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ
കോർ മീനിങ് മനസ്സിലായിട്ടില്ല എന്ന് കോർ വാല്യൂസിന്റെയും കോർ പേർപ്പസിന്റെയും കോർ മീനിങ് മനസ്സിലായിട്ടില്ലല്ലോ ആക്ച്വലി മുമ്പ്. തീർച്ചയായിട്ടും. പക്ഷെ ആ ഒരു ചേഞ്ച് എവിടുന്ന് വരുന്നത് നമ്മുടെ ക്ലാസ്സിൽ വരുന്നതോടുകൂടി എക്സ്പീരിയൻഷ്യൽ ലെവലിലേക്ക് നിങ്ങളിലേക്ക് അത് കയറിയതോടുകൂടിയാണ് അത് അവിടെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് മെഴുകുതിരി ഒരു കത്താത്ത മെഴുകുതിരിയും കത്തുന്ന മെഴുകുതിരി നമ്മൾ വ്യത്യാസം ആലോചിച്ചു. കത്തുന്ന മെഴുകുതിരിയാണെങ്കിൽ അടുത്ത മെഴുകുതിരിയേക്ക് അതിന് കത്തിക്കാം, അതിൽ നിന്ന് 1000 മെഴുകുതിരി കത്തിക്കാം ഒരു മെഴുകുതിരി അല്ലേ. പക്ഷേ കത്താത്ത ഒരു മെഴുകുതിരി ആണെങ്കിൽ കെട്ടൊരു മെഴുകുതിരി നമുക്ക് പിന്നെ കത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ അതൊരു റിച്വലായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പൊ എന്താണ് അത് ആക്ച്വലായി മാറിയെന്നാണ് മനസ്സിലാക്കേണ്ട പോയിന്റ്. ഇതാണ് റിച്വൽ എന്ന രീതിയിൽ ഒരു ചടങ്ങായിട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഈ സ്പിരിച്വാലിറ്റിയുടെ അല്ല മതത്തിന്റെ ഒക്കെ രംഗത്തൊക്കെ സംഭവിക്കുന്ന പലപ്പോഴും അങ്ങനെയാണ്. നമ്മളൊരു ചടങ്ങായിട്ട് അതിന് മീനിങ് അല്ല. അതേസമയത്ത് അത് ശരിക്കും കോർ വാല്യൂ തിരിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഏത് രംഗം എനിത്തിങ് ലൈഫിന്റെ ഒരു പ്രത്യേകത നമ്മള് കാണാപ്പാടെ എഴുതി വെച്ചത് കൊണ്ടോ മനസ്സിലാക്കുക കോർ വാല്യൂസ് എഴുതി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കോർ പർപ്പസ് എഴുതി വെച്ചിരിക്കുന്ന കാണാപ്പാടം പഠിപ്പിച്ചത് കൊണ്ടോ അല്ല മാറ്റം ഉണ്ടാകുന്നത്. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ക്ലാസ്സിൽ സംഭവിച്ചത് ഉള്ളിൽ നിന്ന് ആ ചേഞ്ച് വരുത്തിയ ശേഷം തന്നെയല്ലേ മാറ്റം ഉണ്ടായത്. അതാണ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും. ഓക്കെ, വെരി ഗുഡ്. അപ്പോ കോൺട്രിബ്യൂഷനൽ അല്ലെ, പൊസസ്ഡ് ബൈ കോൺട്രിബ്യൂഷൻ അല്ലെ, ആ ലെവലിൽ ഓരോ കോശത്തിലും കോൺട്രിബ്യൂഷൻ എന്നുള്ള ആ വേർഡ് പൊസസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ വേർഡ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ്, റൈറ്റ്? കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി എങ്കിൽ ബിഗ് ക്ലാപ്പ്. Come on, all the best. Thank you very much. All the best. Big clap. And next person, ആരാണ് അടുത്തത്? Who is coming to share the success story with your transformed identity? പുതിയ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ ഐഡന്റിറ്റിയിൽ ഉണ്ടായ മാറ്റങ്ങൾ. മറ്റൊരു സിറ്റിയിൽ നമുക്ക് ചാലഞ്ചസ് ഒക്കെ ചർച്ച ചെയ്യാം. ഇപ്പൊ നമുക്ക് സക്സസ് സ്റ്റോറിയിലേക്ക് മാത്രം പോകാം ഇത്തവണ. കാരണം നെക്സ്റ്റ് റെഡി ആയുള്ളവര് റെഡി എന്ന് ടൈപ്പ് ചെയ്യാം, അവരെ അൺമ്യൂട്ട് ചെയ്യാം പെട്ടെന്ന്. അപ്പൊ ഇനി ഇതിന്റെ അടുത്ത ലെവലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഗഫൂർ ഒന്ന് ആലോചിച്ചു. കോൺട്രിബ്യൂഷന്റെ വളരെ ചെറിയ ലെവൽ, അത് ബേസിക് ലെവൽ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൂ. ഓൺലി ഇറ്റ്സ് ബേസിക് ശിശുവാണത്. ഇതിന്റെ ലെവലുകൾ ഇനി ഇങ്ങനെ കയറി വരും. അടുത്ത നിങ്ങൾ കോച്ചിങ്ങിന് ചേർന്നവർക്ക് അതിന്റെ അഡ്വാൻസ് ലെവൽ, ആ ലെവൽ, ഹയർ ലെവൽ അങ്ങനെ പോകുന്നത് നിങ്ങൾ സങ്കല്പിക്കാൻ പറ്റാതെ അത്ര സിമ്പിളാണ് കാര്യം. ഉദാഹരണമായിട്ട് ഞാൻ അടുത്ത ആൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒറ്റ പോയിന്റ് പറയാം. അതായത് മുമ്പൊരു കുട്ടി തൻ്റെ കുട്ടിയുടെ അച്ഛൻ്റെ മാപ്പ്, ഇന്റർനാഷണൽ മാപ്പാണ്, അദ്ദേഹത്തിന്റെ ജോലിയുമായിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന്റെ ജോലിയായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ മാപ്പ് കീറി പറിച്ച് കളഞ്ഞ കഥകൾ ഇവിടെ ഉണ്ടാവും, കീറി കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ അച്ഛനെ ഇതിങ്ങനെ രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒപ്പിച്ച് ഓരോ ചൈന ജപ്പാൻ അത് ഇതിങ്ങനെ ഒപ്പിച്ച് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല, ഒരുപാട് നടക്കുന്നില്ല അദ്ദേഹം. അങ്ങനെ അദ്ദേഹം കുളിക്കാൻ പോയി ഒരു 5-10 മിനിറ്റ് കുളിച്ച് പുറത്തിറങ്ങി. ഇദ്ദേഹം 3/4 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഈ സംഗതി ഒരു കൊച്ചു മകനും വന്നിട്ട് 5-6 വയസ്സുള്ള ഓൻ വന്നിട്ട് ഈ സാധനം ഒപ്പിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ മാപ്പ് കറക്റ്റ് ഒത്തുവന്നിരിക്കുകയാണ്. അച്ഛനാകെ അത്ഭുതപ്പെട്ടു. ഹി വാസ് റിയലി സർപ്രൈസ്ഡ് ടു സീ ദാറ്റ് സീൻ. മകനോട് ചോദിച്ചു, മോനെ ഇത് എങ്ങനെയാണ് നീ ചെയ്തതെന്ന് ചോദിച്ചു. അച്ഛൻ ഇത്രയും മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറായിട്ട് നടക്കാത്തൊരു സംഗതി ചെറിയൊരു കൊച്ചു പയ്യൻ 5-6 വയസ്സുള്ള പയ്യൻ എന്ത് ചെയ്തിരിക്കുകയാണ്? കേവലം 5 മിനിറ്റ് കൂടി സാധനം ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് മാമ പറഞ്ഞത്, അച്ഛ അതൊന്നുമില്ല അച്ഛ, അതിന്റെ പിന്നിൽ ഒരാളുടെ ചിത്രം ഉണ്ടായിരുന്നു, ഞാൻ ആളുടെ കൈയും കാലൊക്കെ തലയെങ്കിലും ഒപ്പിച്ചപ്പോ ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. ഇതേപോലെയാണ് ബിസിനസ് എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു 65 വലിയ ടൈക്കൂണായ ഒരാള്, അതായത് ടോണി റോബിൻസിനെ പോലെയുള്ള 65 ബിസിനസ് ഉള്ള ആൾ ഇപ്പോഴും അദ്ദേഹത്തിന് കോച്ചുണ്ട്, അദ്ദേഹത്തിന് മെന്റർ ഉണ്ട്, ഓരോ രംഗത്തുണ്ട്. ഫിനാൻഷ്യൽ മെന്റർ ഉണ്ട്, ഗ്രോത്ത് ഹാക്ക് മെന്റർ വേറെയുണ്ട്. ഓരോന്നിനും മെന്റർ സ്വയം വെക്കുന്ന എന്തിനാണ്? 400 കമ്പനിയുള്ള റിച്ചർഡ് ബ്രാൻസനെ പോലെയുള്ള ആളും കോച്ചിന് വെച്ചിരിക്കുകയാണ്. എന്തിനാണിത്? അവിടെയാണ് പോയിന്റ്. അപ്പൊ മനസ്സിലാക്കുക, ഓരോ സംഗതികളും നമ്മുടെ ഉള്ളൊന്ന് പൊട്ടി വരിക ആ കോച്ചിങ്ങിലൂടെ, ട്രെയിനിങ്ങിലൂടെ, അല്ലെങ്കിൽ ആ റിമൈൻഡറിലൂടെ, മെന്റർഷിപ്പിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഓരോ ലെവലുകളാണ് ഇതിനുള്ളത്. അപ്പോൾ അവസാനം എന്താണ് മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്, ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കേണ്ട സംഗതി, അച്ഛന്റെ കേസിൽ പറഞ്ഞ പോലെ ഒരുപാട് മണിക്കൂർ കൊണ്ട് അച്ഛന് നടക്കാത്തത് 5 മിനിറ്റ് കൊണ്ട് പിറകിലേക്ക് നോക്കുമ്പോൾ ആ സീക്രട്ട് മനസ്സിലാകുന്നത്. ഇതേപോലെ ഒരുപാട് സീക്രട്ട് നോളജുകളാണ് NLP-യിലുള്ളത്, NLP ബിസിനസ് എന്നുള്ളത്. ഓക്കെ, എനിവേ നെക്സ്റ്റ് പേഴ്സൺ കമാൺ. ഇത് എന്റെ അവസരമല്ല, മാസ്റ്റർ മൈൻഡ് സെഷൻ ആണ്. മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ഇങ്ങനെയാണ് പറഞ്ഞത്, മാസ്റ്റർ മൈൻഡ് ഈസ് നോട്ട് എ ക്ലാസ്, ഇറ്റ് ഇസ് നോട്ട് എ കോഴ്സ്, ഇറ്റ് ഇസ് നോട്ട് എ കോച്ചിങ്, ഇറ്റ് ഇസ് നോട്ട് എ മെന്ററിംഗ്, ഇറ്റ് ഈസ് ഷെയറിംഗ് ദ ഐഡിയാസ് ആൻഡ് ഇൻസൈറ്റ്സ്
ഇതൊക്കെ ഷെയറിംഗ് ആണ്. എനിബഡി ക്യാൻ ഷെയർ. Come on, next person. Okay, ഞാൻ ക്ഷണിക്കുകയാണ് ജസീം സാർ. ജസീം സാർ അൺമ്യൂട്ട് ചെയ്തേക്ക്. എന്താണ് നിങ്ങളുടെ മെന്റൽ ഷിഫ്റ്റ് ആൻഡ് ബിസിനസ്സിൽ ഗ്രോത്ത്? ജസീം സാർ അൺമ്യൂട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്. ദിസ് ഈസ് പറഞ്ഞോളൂ. സാർ എന്നെ വിളിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നു. വെരി ഗുഡ്, താങ്ക് യു. വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ കഴിയുമെന്ന് അറിയില്ല, എങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ടില്ല. നിങ്ങൾ ഒരു സെക്കൻഡ് ജസീം സാർ, എല്ലാവരും കേൾക്കുക. ഇത് ഓൺട്രപ്രണേഴ്സ് ലീഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആ ഭയം മാറ്റാനുള്ള ഒരു അവസരമാണ് ഇത് ഇവിടെ, അല്ലെ? നമുക്ക് സാധാരണ ഞാനിങ്ങനെ അവസരം തരാറുണ്ടോ? ആർക്കും സംസാരിക്കുന്ന അവസരം തരാറുണ്ടോ? ഒരാൾ മിണ്ടരുത് എന്നാണ് അവിടെ പറയാറ്, അല്ലെ? ക്ലോസ് ആവട്ടെ, ഒരാൾക്ക് ഒരു അവസരവും ഇല്ല. ഇത് ബിസിനസ് ക്ലാസ് ആണ്. ബിസിനസ് പേഴ്സൺസ് ആർ ലീഡേഴ്സ്, ഓൺട്രപ്രണേഴ്സ് ആർ ലീഡേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലീഡേഴ്സിനെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കേണ്ടതുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, ഇന്റർപേഴ്സണൽ ലെവൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, പ്രസന്റേഷൻ സ്കിൽ വരേണ്ടതുണ്ട്, പബ്ലിക് സ്പീക്കിംഗ് വരേണ്ടതുണ്ട്. ഇതെല്ലാം കിട്ടാനുള്ള അവസരമാണ് മാസ്റ്റർ മൈൻഡ് എന്നുള്ളത്. സോ ടേക്ക് ഇറ്റ് ആസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഓക്കെ, ഭയം ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാകട്ടെ. ഭയത്തെ എങ്ങനെയാണ് നമ്മൾ ബി ഫ്രണ്ട് വിത്ത് ഫിയർ, ഫിയറുമായിട്ട് ബി ഫ്രണ്ട് അങ്ങനത്തോടൊക്കെ ആയിട്ട് നടക്കുക. നമ്മളെ തെറാപ്പികളൊക്കെ ജനറലി പറയുമ്പോൾ എന്താണ് ബി ഫ്രണ്ട് വിത്ത് ഫിയർ, ഫിയറിനെ ഫിയർ ചെയ്യാതിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കമാൺ. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? മാറ്റം ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് സാറേ, 26 വർഷമായി ഞാൻ ബിസിനസ്. ഓക്കെ, 26 ഇയേഴ്സ്. ഓക്കെ. ഈ 26 ഇയേഴ്സില് എനിക്ക് ഇത്ര കാലം ചെയ്ത് ബിസിനസ്സിൽ ഈ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്ന സംഭവം സാറാ ക്ലാസ് പറഞ്ഞപ്പം ഞാന് എന്റെ സ്ഥാപനത്തിൽ പോയിട്ട് ആലോചിച്ചത്, ഈ 26 വർഷം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ആ ഒരു സംഗതി പൊളിഞ്ഞുപോയി. 26 വർഷത്തെ എന്റെ ബിസിനസ് ജീവിതത്തില് ഉള്ളില് വലിയൊരു മാറ്റം വന്നു. അതൊരു തിരിച്ചറിവ് വന്നു. ഭയങ്കര തിരിച്ചറിവ് വന്നു. അതായത് എനിക്കൊരു തോന്നി, 26 വർഷം ഞാൻ എന്താണ് ചെയ്തിരുന്നത് ഈ 26 വർഷം കൊണ്ട്? അത് ചെയ്തതൊന്നും ശരിക്കും ഒരു ബിസിനസ് ആയിരുന്നില്ലേ എന്ന് സംശയം പോലും വന്നു. ശരിക്കും ഇതായിരുന്നല്ലോ സാറ് പറഞ്ഞു തന്ന ഈ വലിയൊരു ഒരു ബ്ലാസ്റ്റിംഗ് ആണല്ലോ തന്നത്, ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം. അതുപോലെ സാർ വേറെ സംഭവം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ഈ സൂം മീറ്റിംഗ് ഫസ്റ്റ് നടന്നല്ലോ, നമ്മൾ ബിലീഫ് സിസ്റ്റം ബിലീഫ് സിസ്റ്റം പറഞ്ഞല്ലോ. സാറ് മഴ കൊണ്ടുപോയി, പിന്നെ മഴ പിന്നെ നനഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന ചെറുപ്പത്തിൽ നമ്മൾ ബിലീഫ് സിസ്റ്റം വന്നു പറഞ്ഞല്ലോ. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഉണ്ടാവും. ഈ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട് എന്നുള്ള ബിലീഫ് സിസ്റ്റത്തിന്റെ ഉള്ളുണ്ടായിരുന്നു. അപ്പൊ മറ്റ് അതർ ഷോപ്പുകളിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്, കോമ്പറ്റേറ്റേഴ്സിനെ സംസാരിച്ച് നമ്മള് പല സംഗതികളും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഭയങ്കര സംസാരിക്കുന്നതിനെ കൊണ്ട് കഴിയില്ല. കാരണം നമ്മളെപ്പോഴും ഇപ്പൊ നമ്മളെ ഷോപ്പിന്റെ മാറി അതൊരു ഷോപ്പിൽ നിന്ന് സെയില് കാണുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഉൾഭയം വരും. ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഞാനെന്ത് ചെയ്തു, പിന്നെ ഇതുമായിട്ട് നമ്മളെ തെറാപ്പിസ്റ്റുമായിട്ട് സംസാരിച്ചു. ഇതിങ്ങനെ എനിക്കിപ്പോ ഭയങ്കര ഒരു ഭയം വരുന്നുണ്ടില്ല. തിരിച്ചറിവ് വന്നു എനിക്ക്, ഇത് സത്യത്തിൽ കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുന്ന സംഗതി ഇല്ല. അത് നമ്മൾ ഈ തെറാപ്പിയിലൂടെ ഈ സംഗതി കളഞ്ഞാൽ മാത്രമേ നമുക്ക്, സാറന്ന് മഴ നനഞ്ഞു പോയത് പിന്നീട് ആ ബിസിനസ് മാറ്റിയെടുക്കാനുള്ള ചെയ്തത് എന്ന പോലെ എനിക്കും ഇതുപോലെ ഈ കോമ്പറ്റേറ്റേഴ്സിനെ കാണുമ്പം ഉണ്ടാകുന്ന ഭയത്തെ മാറ്റിയെടുത്താൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്നുള്ള വലിയൊരു സത്യം തിരിച്ചറിഞ്ഞു ഇതിൽ. അപ്പൊ ഞാന് എന്നിട്ട് ആ തെറാപ്പിസ്റ്റിനെ അന്ന് തന്നെ വിളിച്ചിട്ട് തെറാപ്പിസ്റ്റിന് അന്ന് രാത്രി ഞങ്ങൾ 3 മണിക്കൂർ തെറാപ്പി ചെയ്ത് അതിന്റെ റിസൾട്ട് ഉണ്ടോന്ന് ഞാന് ഇപ്പൊ 4-5 ദിവസമായിട്ട് ഞാൻ ആ ഷോപ്പിന്റെ ഫ്രണ്ട് പോയി നിൽക്കും. എന്നിട്ട് എന്നിൽ മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട് സാർ.
ഭയങ്കര മാറ്റമുണ്ട്. എനിക്കിപ്പോ ടെൻഷൻ, അത് അവരുടെ ഷോപ്പിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും എനിക്ക് പ്രോബ്ലം ഇല്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ വന്നു തുടങ്ങി. വലിയ മാറ്റം ഇനി എന്തായാലും ഉണ്ടാവും. കൂടുതൽ തെറാപ്പികൾ ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ്. ഓക്കെ ഓക്കെ വെരി ഗുഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് അബണ്ടൻസ് അല്ലെ, സ്കേസിറ്റി മൈൻഡ് വേഴ്സസ് അബണ്ടൻസ്. ഇത് ഏത് വരുന്നത് കോമ്പറ്റീഷൻ വരുന്നില്ല, സ്കേസിറ്റി ചെറിയ മൈൻഡിൽ നിന്നാണ് വരുന്നത്. അത് ചെറുപ്പത്തിലുള്ള പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് കൂടി പോയതല്ലേ, ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെ. ഉദാഹരണമായിട്ട് പഴയ കാലത്ത് ഇപ്പൊ അമ്മ അല്ലെങ്കിൽ ഉമ്മച്ചി അല്ലെങ്കിൽ അമ്മച്ചി ദോശ വെച്ച് കൊടുക്കാണ്, ചുട്ടു കൊടുക്കാണ്, ഉണ്ടാക്കി കൊടുക്കാണ്. അപ്പൊ എന്താണ് അനുജനിങ്ങനെ ആലോചിക്കുന്നത്, അവര് ജ്യേഷ്ഠൻ കൂടുതൽ കഴിച്ചിട്ട് കിട്ടാണ്ട് കോമ്പറ്റീഷൻ അവിടുന്നാണ് തുടങ്ങുക. അതിനിടയിൽ ഏതോടെ കുട്ടി റെഡി ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അവിടുന്ന് തുടങ്ങി ചെറുപ്പത്തിൽ കിട്ടിയ ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ അത് ബ്ലാസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് ദർ ഇസ് നോ കോമ്പറ്റീഷൻ, ദർ ഇസ് ഓൺലി കമ്പാഷൻ. കമ്പാഷനേറ്റ് മൈൻഡിൽ ബിസിനസ് ചെയ്യുക, അതുപോലെ തന്നെ കൊളാബറേഷൻ ചെയ്യുക, കൊളാബറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കോപ്പറേറ്റ് ചെയ്യുക. ആ ലെവലിൽ ചെയ്യാന്നുള്ളതാണ് ആധുനിക രംഗത്ത്. ആ ലെവലിലാണ് ബിസിനസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെന്താ പറയേണ്ട പറയാം, അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് നമുക്ക് പോകാം. അടുത്ത ആളുടെ സക്സസ് സ്റ്റോറിയിലേക്ക് പോകാം. ഞാൻ കോമ്പറ്റീഷൻ ആഴത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല, കാരണം നമ്മളെ ഹയർ ലെവൽ കോച്ചിങ്ങിലൊക്കെ വരേണ്ട ഒരു വിഷയമാണ്. കാരണം കോമ്പറ്റീഷൻ മൈൻഡ് എല്ലാവരുടെ അകത്തുണ്ട്. വീട്ടിൽ നിന്ന് മാത്രമാണ്, വേറെ എവിടെ നിന്നാണ് ഈ കോമ്പറ്റീഷൻ നമുക്ക് കിട്ടുന്നത് പറയാം. ഒരിക്കലും കോമ്പറ്റേറ്റീവ് മൈൻഡ് ജനറേറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് പുറമെ വേറെ സ്ഥലത്ത് കിട്ടുന്നുണ്ട് കാര്യമായിട്ട്. അത് എവിടെ നിന്നായിരിക്കും? ഫ്രം ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. ടൈപ്പ് ഇൻ ചാറ്റ് ബോക്സ്. ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ 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 വരുമ്പോൾ സംഭവിക്കുക ആസ്വാദനം ഇല്ലല്ലോ, എൻജോയ്മെന്റ് ഇല്ല, ഒന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കോമ്പറ്റേറ്റീവ് മൈൻഡാണ് നിങ്ങളുടെ അകത്തുള്ളത് എങ്കിൽ ജീവിതം തന്നെ നിങ്ങൾക്ക് ആസോൾ ആസ്വദിക്കാൻ പറ്റില്ല, ബിസിനസ് ആസ്വദിക്കാൻ പറ്റില്ല, ഭാര്യ ഭർത്തൃ ലൈഫ് ആസ്വദിക്കാൻ പറ്റില്ല, ലവ് ആസ്വദിക്കാൻ പറ്റില്ല, സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ പറ്റില്ല. എല്ലാം ഒരു പിടിച്ചു വെച്ച അവസ്ഥയാണ് ഉണ്ടാകുന്നത്. സ്റ്റിഫ്നെസ് ആണ്, റിജിഡിറ്റി ആണ്. റിജിഡിറ്റി ആണോ അതല്ല? യെസ്, സ്കൂൾ 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 ഒരുപാട് പേര് ടൈപ്പ് സ്കൂളാണ്. യെസ്, സ്കൂൾ, ഫാമിലി ഗ്യാതറിങ്, കൂടുതലും സ്കൂളിനാണ് ടൈപ്പ് ചെയ്തേക്കുന്നത്. യാഥാർത്ഥ്യം സ്കൂളിൽ നമുക്കറിയാം പലതും ആർട്ട് എന്നുള്ള വിഷയം ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ആർട്ട് എന്നുള്ളത് സത്യം ആസ്വദിക്കാനുള്ളതാണ്. ജസീം സാറിന്റെ അടുത്താണോ കുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്? ജസീം സാറിന്റെ ആണോ? ഓക്കെ, വേറെ ആരാണെങ്കിലും മ്യൂട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ല എങ്കിൽ ജസീം സാർ മ്യൂട്ട് ചെയ്തു. പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞല്ലോ, എന്നാ മ്യൂട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോ എന്തിനാ പറഞ്ഞു? യെസ്, നമുക്കറിയാം ആർട്ട് എന്നുള്ള കല എന്നുള്ള സത്യത്തിൽ ആസ്വദിക്കാനുള്ളതാണ്. പാട്ടായിരുന്നാലും മറ്റു എന്ത് പ്രോഗ്രാമിലും ആസ്വദിക്കാനുള്ളതാണ്. പക്ഷെ അത് സ്വാഭാവികമായിട്ട് എന്തായി കോമ്പറ്റീഷനിലേക്ക് മാറിയപ്പോൾ, അതൊരു മത്സരാക്കി മാറ്റിയപ്പോൾ കോമ്പറ്റേറ്റീവ് മൈൻഡ് വളർന്നു വരികയാണ്. നമുക്കറിയാം ആധുനിക രംഗത്ത് ഏറ്റവും കൂടുതൽ സ്കൂള് വിജയിച്ച ഒരു ലോകം ഫിൻലൻഡൊക്കെയാണ്. അവിടെയൊക്കെ പരീക്ഷകളില്ലാത്തതും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിലാണ് അവരൊക്കെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല, അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഈ രീതിയിൽ കണ്ടീഷൻ ചെയ്തപ്പെട്ട മൈൻഡാണ് നമ്മൾ ബിസിനസ് സൈക്കോളജിയാണ് എപ്പോഴും പഠിക്കാറ്. ബിസിനസ്സിലേക്ക് വന്ന ആളെന്നാണ്, നമ്മുടെ കോഴ്സിലേക്ക് വന്ന ആളുകൾ. അപ്പൊ സൈക്കോളജിക്കലി പറയുമ്പോൾ നമ്മുടെ മൈൻഡ് കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ് കോമ്പറ്റീഷനിലേക്ക്. അതുകൊണ്ടാണ് കമ്പാഷനിലേക്ക് പോകാൻ പറ്റുന്നത്. കോമ്പറ്റീഷനുള്ള മൈൻഡിന് ഒരിക്കലും കമ്പാഷൻ ആകാൻ പറ്റില്ല. കമ്പാഷനുള്ള മൈൻഡിന് കോമ്പറ്റീഷനിലേക്ക് പോകാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ വിചാരിക്കും, കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയാ കോമ്പറ്റേറ്റീവ് മൈൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ, ബിസിനസ് കിട്ടുള്ളൂ, സെയിൽസ് കിട്ടുള്ളൂ എന്ന് പറയാം. പക്ഷെ അട്ടർ ബ്ലണ്ടറാണ്. അതല്ല, ഇപ്പൊ നമ്മൾ കണ്ടില്ലേ കോൺട്രിബ്യൂഷൻ സർവീസ് ഒക്കെ വരുമ്പോഴാണ് ബിസിനസ് കൂടുതൽ. ഇതേപോലെ കോമ്പറ്റീഷൻ്റെ കമ്പാഷനേറ്റ് മൈൻഡിലേക്ക് വരുമ്പോൾ എന്നാണ് ഈ ലോകം മുഴുവൻ നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ കോച്ചിങ് സെഷനിൽ ഇരുന്നവർക്ക് അറിയാം കംപ്ലീറ്റ് ലോകം എന്താണ്? അബണ്ടൻസ് ആണ്. ആ അബണ്ടൻസിലേക്ക് നമ്മുടെ മൈൻഡ് അങ്ങ് എത്തുമ്പോഴല്ല നമുക്ക് വേണ്ടുന്നത്, നമുക്ക് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നേടാനുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ട്. മണി ഇവിടെ ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ലാക്ക് ഓഫ് മണി ഈസ് നോട്ട് എ പ്രോബ്ലം. എന്താണ് പ്രോബ്ലം? ലാക്ക് ഓഫ് സ്കില്ല് മാത്രമാണ് പ്രോബ്ലം. മനസ്സിലാക്കില്ല. അപ്പൊ മണി ഇല്ല എങ്കിൽ അതിനർത്ഥം സ്കില്ലില്ല, അത് പ്രയോഗിക്കുന്നില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നർത്ഥമുള്ളൂ. ഓക്കെ, എനിവേ നെക്സ്റ്റ് പേഴ്സൺ ഓൺ ദ സ്റ്റേജ്. ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ആരും പേടിക്കാൻ വേണ്ട. ഇത് കോമ്പറ്റീഷൻ അല്ല. ഇതെന്താണ്? സിംപ്ലി യൂട്ടിലൈസിങ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പേടിയൊക്കെ മാറ്റി ഹയർ ലെവലിലേക്ക് വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു എൻവയോൺമെന്റ് ആണ് മാസ്റ്റർ മൈൻഡിലൂടെ. ആരാണ് നെക്സ്റ്റ് പേഴ്സൺ? ഫഹദ് സാർ. ഫഹദ് അൺമ്യൂട്ട്. ഫഹദ് എന്താണ് പറയാനുള്ളത്?
എന്താണ് മൊത്തത്തിൽ നിങ്ങളുടെ മാറ്റത്തെ കുറിച്ച് പറയാനുള്ളത്? ഈ ഒരു ടോട്ടൽ ഇന്നർ ചേഞ്ച് ആസ് എ ബിസിനസ്മാൻ നമുക്ക് മാറ്റം വന്നു. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ ലെവലിൽ വന്ന മാറ്റം? ഞാനിപ്പോ ഓൾറെഡി ഒരു 2-3 ബിസിനസ് ചെയ്തിട്ട് ഫ്ലോപ്പായിട്ട് ഇരിക്കുന്ന അവസരത്തിലാണ് സാറിന്റെ ക്ലാസ് കേൾക്കാനിടയായിരുന്നത്. അപ്പൊ അതിനുശേഷം എന്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഫുള്ളി നെഗറ്റീവ് കമന്റ്സുകളാണ് ഉണ്ടായിരുന്നത്. സാറ് പറഞ്ഞ പോലെ അതൊക്കെ നീങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കോൺട്രിബ്യൂഷൻ എന്ന ലെവലിൽ വന്നപ്പോ അതുപോലെ തന്നെ മറ്റുള്ള ഇതുകളും പോയിന്റുകളൊക്കെ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതിനു ശേഷം കോൺഫിഡൻസ് നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കറേജ് ഉയർന്നിട്ടുണ്ട്. പിന്നെ അതിലുപരി ഈ പറഞ്ഞ പോലെ തന്നെ കോൺട്രിബ്യൂഷൻ എന്ന നിലക്ക് ഓരോ കാര്യങ്ങളും എടുത്ത് സെറ്റ് ചെയ്ത് നോക്കിയപ്പോ ഈ കമ്പാഷൻ എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഹയർ ആയിട്ട് കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ ഒരു ബിസിനസ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഫുള്ളി കോൺഫിഡൻസ് എന്ന നിലക്കാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ടാണ് എല്ലാ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഓരോ തരത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് വന്നേക്കണ മാറ്റങ്ങള്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ ഞാൻ അന്ന് നമ്മ മൈൻഡിൽ കണ്ട രീതിയിലുള്ള ഓരോ സംഗതികൾക്ക് ഞാൻ ഓരോ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഫാമിലിയും എന്റെ കൂടെ ഓൾറെഡി സപ്പോർട്ട് ചെയ്ത് അതന്നെ. ഞാൻ മാള തൃശ്ശൂർ. തൃശ്ശൂർ. സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിക്കാറില്ല. ഫാമിലിയിൽ നിന്ന് പലപ്പോഴും ഡൗൺ വേർഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബിസിനസ് ആണ്, ചാലഞ്ചസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും സിഗ്സാഗിലാണ് പോവുക, റോളർ കോസ്റ്റർ ഒക്കെ വരും, സ്വാഭാവികമാണ് ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവും. ചാലഞ്ചസിനെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മൾ ബിസിനസ് പോയിട്ട് ഹയർ ലെവലിൽ പറയാറെങ്ങനെയാണ് കോച്ചിങ്ങിലൊക്കെ ആളുകൾ അങ്ങനെ ആക്കി മാറ്റാൻ പോകും. നമ്മൾ കോച്ചിങ്ങിലൊക്കെ ചേർന്ന ആളുകളെ തിയററ്റിക്കലി ഞാൻ പറയാം. അതായത് ഇങ്ങനെ പറയാം, ദ ഡിസിഷൻ യു ആർ ടേക്കിംഗ് വൈൽ യു ആർ ഇൻ ഡൗൺവേർഡ്. നിങ്ങൾ കുഴിയിൽ വീണ സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ, ആ ബിസിനസ് തകർന്ന സമയത്തുള്ള തീരുമാനം, ആൻഡ് ദാറ്റ് ഡിസിഷൻ, ആ ഡിസിഷനാണ് നിങ്ങളുടെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം, ലോകത്തിന്റെ യാഥാർത്ഥ്യത. ഐ വിൽ ഗിവ് an example. Just an example. Remember or recollect the memories of ഗാന്ധിജി. ഗാന്ധിജിയുടെ ഒരു സംഗതികൾ ആലോചിച്ചു അല്ലെ, ആഫ്രിക്കയിൽ വെച്ചിട്ട് ട്രെയിനിൽ നിന്ന് വലിച്ചെറിയപ്പെടുകയാണ്. ഓർക്കുന്നില്ല, വലിച്ചെറിയപ്പെടണം. അപ്പൊ അവിടെ നിന്ന് എടുത്തൊരു തീരുമാനമാണ്. That decision he took at that time while he was thrown away from the train. ആ ട്രെയിനിന് പുറത്തെറിയപ്പെട്ട തീരുമാനമാണ് അദ്ദേഹം പിന്നീട് ആരായി മാറാണ്? ഗ്ലോബൽ ലീഡറായിട്ട് മാറാണ്. ഇന്ത്യയുടെ ലീഡർ മാത്രമാണോ ഗാന്ധിജി? അല്ലല്ലോ. നിങ്ങൾ യൂണിവേഴ്സിറ്റി, അതായത് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളായിരുന്നാലും ഫ്രാൻസ് യൂണിവേഴ്സിറ്റി ആയിരുന്നാലും ജർമ്മനിയിലായിരുന്നാലും ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ലീഡർഷിപ്പ് എവിടെ പഠിപ്പിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഗാന്ധിജി അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയേണ്ടത് നമുക്ക് അതിന്റെ വാല്യൂ തിരിയിട്ടാണ്. ഇംഗ്ലീഷുകാര് യൂറോപ്യൻസ് ഒക്കെ അവിടെ ഒക്കെ എന്താണ്, ബിക്കോസ് ഈസ് എ ഗ്ലോബൽ ലീഡറാണ് ഗാന്ധിജി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ എത്താനുള്ള കാരണം എന്താണ്? ആ ഡൗൺ ടൈമിൽ എടുത്ത തീരുമാനമാണ്. ആർ വിത്ത് മീ ഫാദർ സാർ? എൻ്റെ കൂടെ ഇല്ലേ? അപ്പൊ ചാലഞ്ചസുകൾ നമ്മൾ നമ്മൾ തകരുന്നില്ല. ആക്ച്വലി ബിസിനസ്സേ തകരുന്നുള്ളൂ, നമ്മൾ തകരുന്നില്ല. ആ സമയത്ത് തീരുമാനം ഹയർ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ ലോകത്തുള്ള ഏത് ലീഡേഴ്സ് നിങ്ങൾ എടുത്തു നോക്കും, ഇൻ എനി ഏരിയ. നമ്മൾ പറയാറ് ഇങ്ങനെയാണ് ബിസിനസ് ക്ലാസ്സിൽ സാധാരണ, എവറി മാസ്റ്റർ വൺസ് വാസ് എ ഡിസാസ്റ്റർ. ഓരോ ഗുരുക്കന്മാരും ഓരോ ലീഡറും, അത് ഏത് രംഗത്തായാലും, ബിസിനസ് ആയിരുന്നാലും പൊളിറ്റിക്സ് ആയാലും സ്പിരിച്വൽ രംഗത്തായാലും ഏത് രംഗത്തായിരുന്നാലും, വൺസ് വാസ് എ ഡിസാസ്റ്റർ. എവരി മാസ്റ്റർ വൺസ് വാസ് എ ഡിസാസ്റ്റർ. ഒരു കാലത്ത് അവര് ഡിസാസ്റ്റർ ഒരു ദുരന്ത ജീവിതമാണ് അവർ കടന്നുപോയത്. പിന്നീടാണ് അവർ മാസ്റ്റർ ആവുന്നത്. കാരണം എന്തിനാ ഈ ദുരന്ത ജീവിതം കിട്ടുന്നത്? ചാലഞ്ചസ് വന്നാൽ മാത്രമല്ല, ചാലഞ്ചസിലൂടെ നമുക്ക് വളരാൻ പറ്റുള്ളൂ. ചാലഞ്ചസ് എന്തിനാ? ട്രയൽസ്, പരീക്ഷണങ്ങൾ, ചാലഞ്ചുകൾ എന്തിനാ?
നമ്മൾ വളരാനാണ്, നമ്മൾ ഹയർ ലെവലിലേക്ക് കയറാനാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക, ബിസിനസ് ഡൗൺ ആവുക എന്നുള്ളത് ആക്ച്വലി അത് ഡൗൺവേർഡ് അല്ല, അവിടെ നിന്നാണ് നമ്മൾ ഉയരാനുള്ള, അല്ലെ? സാധനം പറയാറുണ്ട്, ഈ അമ്പെയ്യുന്ന സമയത്ത്, അമ്പെടുത്തിട്ട് ഇങ്ങനെ എയ്യുന്ന സമയത്ത് എത്ര കണ്ടാണ് പിറകോട്ട് 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 പിറകോട്ട്, എത്ര കൂടുതലാണോ പിറകോട്ട് വലിക്കുന്നത് അത്ര കണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എത്ര കണ്ടാണ് ഡൗൺവേർഡ് വരുന്നത്, നമ്മൾ അത്ര കണ്ട് നമ്മുടെ തീരുമാനങ്ങൾ മാറും, നമ്മളതിന് പാഠങ്ങൾ പഠിക്കുന്നു, മിസ്റ്റേക്സുകൾ മനസ്സിലാക്കുന്നു, നമ്മുടെ അബദ്ധങ്ങൾ മനസ്സിലാക്കുന്നു, പൊട്ടത്തരങ്ങൾ മനസ്സിലാക്കുന്നു, അതിന് പാഠങ്ങൾ പഠിക്കുന്നു, മുന്നോട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് പേഴ്സൺ ഓൺ സ്റ്റേജ്. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അമ്മ സാർ പറഞ്ഞു. കണ്ട് ബിസിനസ് ക്ലാസ് കഴിഞ്ഞ ശേഷേ ആ ഞാന് കാരണം നമ്മള് കുറെ ഇത് വൈഡായിട്ട് നമ്മള് കാർ വാഷ് ഇതിന്റെ ചെയ്യുന്ന ഇതാണ്. ഓക്കെ. അപ്പൊ വൈഡായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു ആൾ ഇന്ത്യ ലെവലിലൊക്കെ. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ കണ്ണൂർ അവിടെ ഒരു യൂട്യൂബിലൊക്കെ വന്നതിന് വലിയൊരു കാർ ഷോപ്പ് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ കാണാൻ വന്നു അവിടെ. ശരി, കണ്ണൂരെത്തി. ഓക്കെ. കണ്ണൂർ ടൗൺ എത്തുന്നതിന് മുമ്പ് ഓക്കെ. യൂട്യൂബിൽ കാണുന്ന ഞങ്ങളവിടെ ഒന്ന് കാണുമ്പോ നമ്മളെ ഇമേജിലുള്ള കടന്റെ ആ ഇമാജിനേഷന്റെ അത് വരെ അതിന്റെ പകുതി വരെ എത്തൂല അത്. ഓക്കെ. എന്താ വെച്ചാല് ഫെസിലിറ്റീസ് അവിടെ കമ്മിയാണ്. അങ്ങനെ ഇപ്പൊ 2 ദിവസം മുമ്പ് ഞങ്ങൾ ഇവിടെ വളാഞ്ചേരി മുതൽ 10-20 ഷോപ്പ് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇവർ ചെയ്യുന്ന സർവീസ് പോയി നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി ചുറ്റും നോക്കുമ്പോൾ നമ്മൾ ഇമേജ് ചെയ്യുന്ന വിഷ്വൽ കാണുന്ന ഒരു 75% വരെ അവര് എത്തണില്ല. അപ്പൊ നമ്മളിപ്പോ ഇന്നലെ ഇവിടെ തിരൂരൊക്കെ പോയി നോക്കിയൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് എന്റെ ഭയങ്കര ക്ലാസ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ധൈര്യം, ഒരു ട്രസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, കോൺഫിഡൻസ്. പിന്നെ സാർ കോൺട്രിബ്യൂഷൻ അത് പറഞ്ഞു ആ സംഗതി വന്നതോട് കൂടി തന്നെ കടിയിലൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഭയങ്കരമായിട്ട്, കടിയിലല്ല ഓട്ടോമാറ്റിക് ആയിട്ട് ജസ്റ്റ് എല്ലായിടത്തും ആ ഫീലിംഗ് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആ ക്ലാസ്സിന് പറ്റി ഭയങ്കര വെച്ചാല് നമ്മൾ ആദ്യം ക്ലാസ്സിന് വരുമ്പോ കരുതിയിട്ട് ഭയങ്കര ഇതിലൊക്കെ കാണണന്മാർക്ക് കുറെ വർത്താനങ്ങള്, കുറെ ഐഡിയകള് കാര്യം നമ്മളെ ബിസിനസ് ക്ലാസ്സിന് വരുമ്പോ കരുതുന്നുണ്ട്. പക്ഷെ ആ 2 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എന്താ വെച്ചാൽ ആ കിട്ടിയ സംഗതികൾ ഉണ്ടല്ലോ നമുക്ക് കുറെ ആയിട്ട് ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര ധൈര്യം, ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് വന്ന്. അപ്പൊ പറഞ്ഞാൽ നമ്മള് പുതിയ വെച്ചാല് ചെയ്യണ ആലോചിക്കണ വെച്ചാൽ ഞങ്ങൾ ചെനി കാർ വാഷാറിന് അപ്പോ ശരിക്കും നമ്മളെ ഇമേജിൽ വേൾഡ് വൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണുള്ള ഇതിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷെ അതിനുള്ള ഇതിന്റെ ഐഡിയകള് സക്സസ് ആവുള്ള അതിൽ തന്നെയാണ് 100%. Okay, big clap. Bless that which you want. ആ കോഴ്സിന്റെ എഫക്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞല്ലോ, സാർ പറഞ്ഞതാണ്. ആദ്യം പുള്ളി പറഞ്ഞത് ഓൾ ഓവർ ഇന്ത്യയിൽ ചെയ്യുക എന്നുള്ള ലെവലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്ലാൻ ആരംഭിച്ചു മാത്രമല്ല എക്സിക്യൂഷൻ ആരംഭിച്ചു. കണ്ണൂർ വന്ന് വളഞ്ചേരിയിൽ അവിടെ പോയി പലയിടത്ത് പോയി കഴിഞ്ഞു. സംഗതി വർക്കൗട്ട് ചെയ്തു. വല്ലാത്തൊരു ധൈര്യം, ആത്മവിശ്വാസം, ധൈര്യം ഇതൊക്കെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ആ റിസ്ക് ടേക്കിംഗ് ധൈര്യം അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് കോഴ്സ്. പ്ലസ് അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, ഓൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവനും അത് എത്തിക്കാനുള്ള രീതിയിലൊക്കെയാണ്. അപ്പൊ ആ ലെവലിൽ മെറ്റാ കോൺഷ്യസ്നസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫിസിക്കൽ വേൾഡിൽ അത് അപ്പിയർ ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഓക്കെ, തീർച്ചയായിട്ടും ധൈര്യത്തിൽ മുന്നോട്ട് പോകാം സാർ. ഓക്കെ സാർ, ഒരു ഡൗട്ട് ചോദിക്കേണ്ടതിന് പ്രശ്നമില്ലല്ലോ? ചോദിച്ചോ. നമ്മൾ ജസ്റ്റ് ഇപ്പൊ നമ്മളെ തൊട്ടടുത്ത് നമ്മളെ ഒരു അറൗണ്ടിൽ ഒരു 5 കിലോമീറ്ററിലൊന്നും നമ്മളിപ്പോ ഈ സർവീസ് സ്റ്റേഷനിലേനും ഇപ്പൊ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒരു 1-2 കടകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ അടുത്ത് ഫെസിലിറ്റീസ് കമ്മിയാണ് ഇപ്പോഴുള്ള ഷോപ്പില്. അപ്പൊ പുതിയ ഷോപ്പൊക്കെ വരുമ്പോ അവര് ഫെസിലിറ്റീസ് ഒന്നും കൂട്ടിക്കൊണ്ടുവരാനുള്ള ഇത് സാധ്യത ഉണ്ട്. അവര് അതിന്റെ വെച്ചാല് വൃത്തിയും മറ്റേത് വെച്ചാല് ലുക്കിങ് ഇതൊക്കെ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറണോ അതെ പഴയതിന് ജസ്റ്റ് ചോദ്യോത്തര സെഷൻ അല്ല ഇത്, ജസ്റ്റ് ചോദിച്ചോണ്ട് പറയാം. ഏതായാലും സെഷന്റെ ഡീപ്പർ ലെവൽ, ഫസ്റ്റ് ലെവലാണ് ഇത്. സെക്കൻഡ് ലെവല് കോച്ചിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ മെന്ററിംഗ് ഒക്കെ വരാറ്. മെന്ററിംഗിലാണ് ക്വസ്റ്റ്യൻ ഉത്തരമൊക്കെ. എന്നാലും പറയാം, ചോദിച്ചുകൊണ്ട് പറയാം. ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ജാസർ ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ട്. ജാസർ എന്നാ അറിയാം, അതായത് നമ്മുടെ NLP നമ്മൾ പഠിച്ച കാര്യമുണ്ട്. എന്താണത്? ബിസിനസ്സിന് അപ്ലൈ ചെയ്യേണ്ട വേറെ വിഷയം. അടുത്ത ക്ലാസ്സിലാണ് അത് വരിക.
ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഉണ്ടായിട്ടില്ല. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടോ സർ? കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിൽ വരുന്നുണ്ടോ? ബുക്ക് ചെയ്തിട്ടുണ്ടോ? ബുക്ക് ചെയ്തിരിക്കണം. ആ ഓക്കെ. അതിലൊക്കെ വരാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ലൈഫ് മാസ്റ്റർ വന്നുകൊണ്ട് എന്താണ് VAK ഓർക്കുന്നില്ലേ? അത് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും വിഷ്വൽ അപ്പിയറൻസ് മസ്റ്റാണ്. അപ്പൊ ആ വിഷ്വൽ എഫക്ട് കൊടുക്കണമെങ്കിൽ എന്തൊക്കെ ഡിസൈനിലേക്ക് പോകണോ വേണ്ടോ നിങ്ങൾ ആലോചിക്കുക. ഏതൊക്കെ രീതി വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ജനറലാണ് ഇപ്പൊ പറഞ്ഞത്. കാരണം മെന്ററിംഗ് ആകുമ്പോൾ നമ്മൾ സ്ഥാപനത്തിൽ വരും, അത് പഠിക്കും, ആ ലെവലാണ് മെന്ററിംഗ് ഒക്കെ പോകും. ഇപ്പൊ ഞാൻ ജനറലാണ് പറയുന്നത്. മനസ്സിലാക്കുക, വിഷ്വൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഓഡിറ്ററി നിർബന്ധമാണ്, കൺസിഡറിംഗ് നിർബന്ധമാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം വിഷ്വൽ ബേസ്ഡ് ആണ്. വിഷ്വൽ കൊടുക്കണോ വേണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കാര്യം ചെയ്യാം. ഈ VAK അതേപോലെ അപ്ലൈ ചെയ്തിട്ട് ബിസിനസ്സിൽ ഹൈ ഗ്രോത്ത് ഉണ്ടാക്കിയ ആളാണ് ജാസിർ. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ജാസിർ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചിട്ട് അപ്ലൈ ചെയ്ത് റിസൾട്ട് വന്ന ആൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം തന്നെ ആൻസർ ചെയ്യട്ടെ. അതാണല്ലോ ജാസിർ എവിടെ വേണം. ജാസിറിനെ അൺമ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് അമർ സാർക്ക് ആൻസർ കൊടുക്കുക? ജാസിർ പോയോ? എവിടെ ഇല്ലേ? അദ്ദേഹം പറയുന്നില്ല, ഞാൻ തന്നെ പറയും. എനിക്കറിയാം കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ പോകുന്നുള്ളത്. പക്ഷെ അത് ഗ്രോത്ത് ഉണ്ടാക്കിയ ആള് തന്നെ പറയലാണ് നല്ലത്. VAK പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് അത് അടുത്ത ക്ലാസ്സിലൊക്കെ വരാൻ പോകുന്ന, ഇത് മാത്രമല്ല അടുത്ത ക്ലാസ് തിരിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ ഹയർ ലെവലാണ് വരിക. ബേസിക് ഫണ്ടമെന്റൽ ഇതാണ് കമ്മ്യൂണിക്കേഷൻ മാസ്റ്റേഴ്സ്. അപ്പൊ ജാസറിന്റെ വീഡിയോ യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അത് കണ്ടവര് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. കണ്ടവർ എത്ര പേരുണ്ട്? ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിൽ അതേ ഞാൻ പറയാൻ പോകുന്ന പറയുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ട്, ഷോർട്ടായിട്ട് ഒറ്റ വാക്കിൽ പറയും. എത്ര പേര്? യെസ് അബ്ദുൾ മനാഫ് സാർ, ഓക്കെ 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 ഓക്കെ. ഞാൻ പറയുന്നവരെ പറഞ്ഞിട്ടുണ്ടോ? ഹലോ സാർ, ഞാൻ ആരാണോ? അതിനാലാണോ? ജാസറാണോ? അല്ല, അത് ജാസർ അല്ല, നിഷാദ് സാർ ആണ്. നിഷാദ് സാർ എന്താ പറയുന്നുണ്ടോ? ഞാൻ പറയാം. പറഞ്ഞോളൂ നിഷാദ് സാർ പറഞ്ഞോളൂ. ഞാൻ ഇന്റീരിയർ കംപ്ലീറ്റ്ലി മാറ്റി. എന്റെ ഫ്രണ്ട് ഓഫീസ് മാറ്റി, എന്റെ ഓഫീസ് മാറ്റി. ഇപ്പൊ ഞാൻ എന്റെ ലാബ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. ഇതില് ആള് വരുമ്പോ അത് ഫുൾ AC ആക്കി, എയർ കണ്ടീഷൻ ആക്കി. ആള് വരുമ്പോ ഫസ്റ്റ് ഇംപ്രഷൻ ആള് വരുമ്പോ തന്നെ അവർക്ക് ഉണ്ടാകേണ്ടത് ഒരു റിലാക്സേഷൻ കൊടുക്കണം എന്ന് എനിക്ക് മനസ്സിലായി. അവർ വരുന്നതോടുകൂടി അവർ ഇംപ്രസ്ഡ് ആവുകയാണ്. ഇംപ്രസ്ഡ് ആവുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർ തയ്യാറാവുന്നത്. അവർക്ക് നമ്മളിൽ വിശ്വാസം വരുന്നത്, നമ്മളിൽ പണം മുടക്കാൻ അവർക്ക് വിശ്വാസം വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്റെ എൻക്വയറി വന്നാൽ അഡ്മിഷൻ ആവേണ്ടിയുടെ ഒരു മെയിൻ ഭാഗം ഇതും കൂടിയാണ്. നമ്മള് മെന്റലി എല്ലാരും മാറ്റി, പക്ഷെ നമ്മൾ വിഷ്വലി ഒരു മാറ്റിയ സംഭവമാണ് ഇത് ശരിക്കും. ഇത് അന്ന് ക്ലാസ് കിട്ടിയതിന് ശേഷം തന്നെയാണ് ഞാൻ ഈ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പൊ ഞാൻ ഇന്ന് സൺഡേ, ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ഇവിടെ പണിക്കാരായിരുന്നു. അതായത് ഇപ്പോഴും ലാബിന്റെ ബാക്കിയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് മാറ്റുന്ന സമയത്ത് എന്റെ സ്റ്റാഫുകൾ തന്നെ ചോദിച്ചു, സാർ ഇത് എന്തിനാ മാറ്റണത്, ഇതിനെന്താ ഇപ്പൊ കംപ്ലൈന്റ് ഉള്ളത്, ഇതൊക്കെ മാറ്റിയിട്ട് എന്തിനാ എത്രയും ക്യാഷ് മുടക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ മാറുന്നത് നോക്കിക്കോളി. കാരണം ഞാൻ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഇത് ചെയ്യുന്നു. അപ്പൊ ഈ ഫ്രണ്ട് ഓഫീസിനെ നേരെ ബാക്ക് ഓഫീസിലേക്ക് മാറ്റി, അതേ ക്യാബിള് കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റി, എല്ലാം മാറ്റി കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി എയർ കണ്ടീഷനൊക്കെ ആക്കിയപ്പോ ഇതേ സ്റ്റാഫുകൾ തന്നെ നമ്മളോട് പറഞ്ഞു, ഇപ്പൊ വേറൊരു ഫീലാണ് സാറേ, ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ കയറുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്, വേറൊരു ഫീലാണെന്ന് പറഞ്ഞു. ശരിക്കും ഞാനത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സംഭവമാണ്. കാരണം നമ്മൾ ഒരാൾ ആരാണെങ്കിലും ഇന്നത്തെ ഒരു സിറ്റുവേഷനില് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഷോപ്പിൽ കയറുക, നല്ലൊരു സ്ഥലത്ത് കയറുക, നല്ലൊരു എൻവയോൺമെന്റിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരാണെങ്കിലും ഒരു ചെറിയ ഷോപ്പിൽ കയറാനോ, അല്ലെങ്കിൽ ഒരു ചെറിയ ഷോപ്പ് മോശമായതുകൊണ്ടല്ല, നമ്മൾ എന്തെങ്കിലും ചെറിയൊരു സാധനം വാങ്ങാൻ പോലും നല്ലൊരു സൂപ്പർ മാർക്കറ്റിൽ കയറുന്ന ഒരു അവസ്ഥയാണ് ഇന്ന്. ആളുകളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. നമ്മൾ മാറിയില്ലെങ്കിൽ വേറെ ആളുകൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൽ മനസ്സിലാക്കിയ സംഭവമാണ്. അപ്പൊ വിഷ്വലി ആള് വരുമ്പോ ആ ആൾ എന്തായിരിക്കണം, ഫുൾ നമ്മൾ കാണുമ്പോ തന്നെ അവർക്ക് ഒരു എനർജി ഫീൽ ചെയ്യണം. ബാക്കി കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് ഭയങ്കര ഒരു എഫക്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോഴും ഞാനത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ ഒരു എഫക്റ്റ് ആയിരിക്കും.
നമുക്ക് തന്നെ ഒരു എഫക്റ്റ് ആയിരിക്കും, നമുക്ക് തന്നെ ഒരു എഫക്റ്റ് ആയിരിക്കും. എന്റെ സ്ഥാപനത്തിൽ വരുമ്പോൾ ഒരു എഫക്റ്റ് നമുക്ക് തന്നെ ശരിക്കും ഫീൽ ചെയ്യും. ഞാൻ അവർക്കറിയാൻ വേണമെങ്കിൽ ഞാൻ മുന്നേ ഇവിടുന്ന് ഒരു ചെറിയൊരു ഇന്റർവ്യൂ നടത്തിയ ഒരു വീഡിയോ ഉണ്ട് അന്നത്തെ എന്റെ ഓഫീസില്. ആ വീഡിയോ ചെയ്യാൻ വരുമ്പോ എനിക്ക് അവർക്കൊരു സ്പേസ് കാണിച്ചു കൊടുക്കാൻ എനിക്ക് എന്റെ മാനസികമായിട്ട് ഞാൻ തന്നെ ഒരു ബാക്കോട്ടാണ് പോയിരുന്നത്. പക്ഷെ ആ വീഡിയോ ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഒരു ബാക്ക് എൻക്വയറി എന്നുള്ള നിലക്കാണ് നമ്മൾ വിട്ടുകൊടുക്കുന്നത്. എങ്കിൽ കൂടി ഇപ്പൊ എനിക്ക് അതേ വീഡിയോ എടുത്ത ആള് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അയാൾ കണ്ണൊക്കെ അങ്ങനെ തള്ളിയിട്ടാ വന്നത്. എന്നോടൊന്നു ഭയങ്കര ഉഷാറാക്കിയിട്ടുണ്ടോ, ഭയങ്കര ഫീൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ, അന്ന് ഞാൻ വന്ന പോലെ അല്ലട്ടോ എന്ന് പറഞ്ഞു. ശരിക്കും മാറണം. ഞാൻ പറയുന്നത് മാറണം, മാറ്റിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ പഴയ സംഭവം, ഇപ്പൊ പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ എല്ലാവരും തട്ടിക്കളയുന്ന കാലം വന്നില്ലേ, ഒഴിവാക്കി കമ്പ്യൂട്ടർ മാറ്റി. കമ്പ്യൂട്ടറിൽ മാറ്റിയിട്ട് കമ്പ്യൂട്ടർ സാധാരണ സ്ക്രീനിൽ മാറ്റി LCD ആക്കി, ഇപ്പൊ LED ആക്കി. ഇപ്പൊ അതിലും നല്ല നല്ല സാധനങ്ങൾ ഇറക്കി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് മാറ്റണം. ഞാനല്ലോ അനുഭവിച്ച ആളാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളെ ഗഫൂറിന്റെ ഫ്രണ്ടാണ്, എയർലൈൻസ് ഗഫൂർ. മൂപ്പര് കംപ്ലീറ്റ് പൊളിച്ചിട്ട് റിനോവേഷൻ നടത്തി, ഫുള്ള് മാറ്റി. അപ്പൊ അത് ഒരു ഫീലാണ് നമുക്ക്, ശരിക്കും ഒരു ഭയങ്കര ഒരു ഫീലാണ് ശരിക്കും വരുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാലേ ആളുകളിൽ ആ കാണുമ്പോഴുള്ള ഭയങ്കരമായിട്ടുള്ള എഫക്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഫീൽ ചെയ്തത് ശരിക്കും എഫക്ട് ചെയ്തതാണ് സംഭവം കേട്ടോ. ശരിക്കും തീർച്ചയായും. വെരി നൈസ്, വെരി നൈസ്. ബിഗ് ക്ലാപ്പ്. നോക്കുക, ആ VAKയുടെ ഡീപ്പർ ലെവലിൽ പോകാതെ നമ്മുടെ കോഴ്സിലൂടെ മനസ്സിലാക്കി എടുത്തിട്ടാണ് നിഷ സാർ ചെയ്തത്. ഒരുപാട് പോയിന്റുകൾ അല്ലെ, കംപ്ലീറ്റ് ഉത്തരം അമ്മ സാർ കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഓൾറെഡി അപ്ലൈ ചെയ്ത് റിസൾട്ട് വന്ന ആൾ അവിടെ ഉണ്ട്, വേറെ ആളുകളുണ്ട്. എന്റെ നല്ല 2-3 കാര്യം ഒറ്റ ചോദിക്കാം. അതായത് അമ്മ സാർ, നിങ്ങൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ, കോഴിക്കോടാണ് നിങ്ങളുള്ളത്. ഉച്ചക്ക് നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കണം. 2 റെസ്റ്റോറന്റ് കാണാം. ഒരു റെസ്റ്റോറന്റ് ഭയങ്കര രസം, കാണുമ്പോൾ തന്നെ ഒരു ഫീലാണ്, പുറത്ത് കാണുമ്പോൾ തന്നെ ഫീൽ ഉണ്ട്. ഡെക്കറേഷനും ഇന്റീരിയറും കാര്യങ്ങളും സൂപ്പറാണ്. മറ്റേതൊരു പഴയ കാലത്ത് 1960-70 കാലഘട്ടത്തിലുള്ള ഒരു പഴയ ഒരു വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല, ഒരു ലെവലൊന്നുമില്ല. ഏത് റെസ്റ്റോറൻ്റാണ് നിങ്ങൾ കയറുന്നത്? ആദ്യം 1, 2 ടൈപ്പ് ചെയ്യാം. ആദ്യത്തേൽ കയറുന്നവർ 1 ടൈപ്പ് ചെയ്യുക, രണ്ടാമത് കയറുന്നവർ 2 ടൈപ്പ് ചെയ്യുക. ഒന്നാമത് സൂപ്പർ ക്വാളിറ്റിയുള്ള ഹോട്ടലാണ്, രണ്ടാമത്തത് ക്വാളിറ്റി കുറഞ്ഞതാണ്. എവിടെയാണ് നിങ്ങൾ കയറുക? 1 or 2? What's your answer? 1 or 2? Yes, 1. Yes, Ramshana 1. Yes, Marka 1. Yes. 1. Yes. അപ്പൊ നിഷാ സാറ് ഇനി മ്യൂട്ട് ചെയ്തേക്കും. അപ്പൊ അമ്മ സാർ ഉത്തരം കിട്ടിയില്ല, എല്ലാവർക്കും ഉത്തരം കിട്ടിയില്ലേ? നിഷാ സാർ പറഞ്ഞതിന് ഒപ്പം ഞാൻ ഇതുകൂടെ പറയുമ്പോൾ മൊത്തം ആൻസർ വന്നിരിക്കുകയാണ്. മനസ്സിലാക്കുക, അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതായത് ആളുകൾ നമ്മളടക്കം ഇപ്പോൾ ലക്ഷൂറിയസ് ലൈഫാണ് ഇപ്പൊ നയിക്കുന്നത്. നമ്മുടെ ഒരു സാധാരണക്കാരന്റെ, കേരളത്തിലെ ഒരു സാധാരണക്കാരന്റെ ലൈഫ്, ഒരു വീട് എന്നുള്ളത് മനസ്സിലാക്കുക. സാധാരണക്കാരന്റെ ഒരു വീട് മീൻസ് സാധാരണ യഥാർത്ഥത്തിലാണ് പറയുന്നത് ഫിനാൻഷ്യൽ ലെവലിൽ ഒരു സാധാരണക്കാരന്റെ ഒരു വീട് എന്നുള്ളത് 20-30 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ്, അതൊരു ലക്ഷൂറിയസ് വീടാണ്. അപ്പോ ഇന്നത്തെ ലക്ഷറി എന്ന് സംഭവിക്കാൻ പോകുന്നറിയാം, താമസിച്ചത് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ ലക്ഷറിയേ അല്ല. മനസ്സിലായിട്ട്? ഇതെല്ലാം അത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ വളർച്ച വരുന്നത്. അത് ബിസിനസ് രംഗത്തെ വളർച്ച എന്നുള്ളത് മനസ്സിലാക്കുക. ഏത് രീതിയിലാണെന്നറിയാം? 1, 2, 4, 8, 16, 32 ഈ രീതിയിലാണ് ബിസിനസ് ലോകം വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനിടയിൽ 1, 2, 3, 4, 5 ഇങ്ങനെ വന്നാൽ ശരിയാവോ? അമ്മ സാർ നടക്കില്ല. അത്ര ഫാസ്റ്റ് ആണ്. കാരണം ആളുകളുടെ മൈൻഡിൽ, സാർ നേരത്തെ നിശാ സാർ പറഞ്ഞാൽ ആളുകളുടെ മൈൻഡിൽ കംപ്ലീറ്റ് ലക്ഷറി ലൈഫാണ് ഇപ്പൊ എല്ലാവരും. നമ്മൾ ലക്ഷറി നമ്മളുള്ളത് 960 കമ്പയർ ചെയ്യുമ്പോൾ, 970 കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രങ്ങാനും ലക്ഷറിയിലാണ് ജീവിക്കുന്നത്. നമ്മൾ ലക്ഷറിയിലാണോ അല്ലേ? കമാണ് ആണെന്ന് പറയുന്നവരെ ടൈപ്പ് ചെയ്യുക. സാധാരണക്കാരുടെ വീട് ഒരു ലക്ഷറി വീടാണ് 960-70 കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ കടകളും സ്ഥാപനങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിഷ്വൽ ലെവൽ എഫക്ട് കൊടുത്തേ പറ്റും. കാരണം ആളുകൾക്ക് ഇത് കണ്ടുപിടിക്കില്ല. ഒരുപാട് ലക്ഷറി ലെവലുള്ള സംഗതികളൊക്കെ അവിടെ കടകൾ കാണുമ്പോൾ, ഷോപ്പുകളും ഇൻഡസ്ട്രികളും അതുപോലെ ഫാക്ടറികളും അതുപോലെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, സ്ഥാപനങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വലിയ ഇരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കിയതാണ് വിഷ്വൽ എഫക്ട് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ,
പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ അതെ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ NLP പറയാറ് എങ്ങനെയാണ്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്നാണ്. അതാണ് ലാസ്റ്റ് ചെയ്യുക. അത് ബെസ്റ്റ് ആവണമെന്നൊന്നുമില്ല ചിലപ്പോൾ, അല്ല ചില ഇംപ്രഷൻ വളരെ പോക്കായിരിക്കും, പക്ഷെ അപ്പോൾ അതും ലാസ്റ്റ് ചെയ്യും. അപ്പൊ ഏത് ഇംപ്രഷൻ ആളുകളെ ലാസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ബെസ്റ്റ് ഇംപ്രഷൻ കൊടുത്തിട്ട് അത് ലാസ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക, ഫീൽ കിട്ടുകൊണ്ടേ. അത് നമ്മുടെ NLPയുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ എൻവയോൺമെന്റിനും നമ്മൾ ഡീപ്പർ ലെവലിൽ പോയിട്ടില്ല. നമ്മളൊരു ബേസിക് 2 ദിവസത്തെ കോഴ്സിൽ ആ കഴിഞ്ഞില്ല, ഒരു കോച്ചിങ് ഒക്കെ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. ആകെ 2 ദിവസത്തെ ഒരു ചെറിയൊരു കോഴ്സ്. നമ്മൾ ആദ്യം പോയിട്ട് എൻവയോൺമെന്റ് ആണ് ഓർക്കുന്നില്ല. ഈ എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് എത്ര കാലം പറയാനുണ്ടെന്ന് വെച്ചിട്ട്, ഈ എൻവയോൺമെന്റ് ചേഞ്ച് ആണ് ബിസിനസ്സിൽ മാറ്റി. ഇത്രയേറെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, എൻവയോൺമെന്റൽ ചേഞ്ച് ആണ്. ബിസിനസ് സ്ഥാപനം ഒരു എൻവയോൺമെന്റ് ആണ്, ഓഫീസ് ഒരു എൻവയോൺമെന്റ് ആണ്, നിങ്ങൾ കാർ വാഷ് ഒരു എൻവയോൺമെന്റ് ആണ്. അപ്പൊ ആ എൻവയോൺമെന്റിൽ എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരണം, എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് NLPയിലെ വലിയൊരു വിഷയമാണത്. ബിഹേവിയർ ആണ്, ബിഹേവിയർ മാറ്റണം എന്നുള്ള വലിയ വിഷയം ആണെന്നതുപോലെ തന്നെ എൻവയോൺമെന്റ് വിഷയമാണ്. അവിടെയാണ് ഓഫീസിൽ വിഷ്വൽ എഫക്റ്റ് കൊണ്ടുവരാൻ നിർബന്ധമാണ് ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ച്. കാരണം ആളുകൾ ലക്ഷറിയിലേക്ക് കൊടുക്കും. സാറ് പറഞ്ഞ പോലെ തന്നെ, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഫാക്സ്, പഴയ ഫാക്സ് മെഷീൻ ഓർക്കുന്നത് നിങ്ങൾ എത്ര പേര് അല്ലെ, നമ്മളെ കൂട്ടത്തിൽ അധികരിക്കുന്ന പഴയ ഫാക്സ് മെഷീൻ പരിചയമുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ നമ്മൾ ജാസറും അതിനാനൊക്കെ ഒഴികെയുള്ള ആളുകൾ. അപ്പൊ ആ മെഷീൻ വെച്ചിട്ട് നമുക്കിന്ന് ബിസിനസ് ചെയ്യാൻ പറ്റും? ഇല്ലല്ലോ, അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയി. അതേപോലെ എൻവയോൺമെന്റ് ലെവൽ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക. അപ്പോഴാണ് സാറ് പറഞ്ഞതുപോലെ എന്താണ് ആ ട്രസ്റ്റ്, ആ ഫസ്റ്റ് ഇംപ്രഷനിലൂടെ ട്രസ്റ്റ് വരാം. അപ്പൊ തീർച്ചയായിട്ടും വിഷ്വൽ എഫക്റ്റ് നല്ലോണം കൊടുക്കേണ്ടതുണ്ട്. ഒറ്റ ശ്വാസം ഞാൻ അതിനാനും അതുപോലെ തന്നെ ജാസറും അവര് പാർട്ട്നേഴ്സാണ്, അവർ ചെയ്ത പരിപാടി ഞാൻ പറയാം. നമ്മള് NLP പഠിച്ച് BA ഒക്കെ പഠിച്ച ശേഷം അവർ ചെയ്തെന്ന് അറിയാം. ആ വിഷ്വൽ എഫക്റ്റ് കൊടുത്തപ്പോൾ ഉണ്ടായ ഗ്രോത്ത്. ആ ജാസറിനെ അൺമ്യൂട്ട് ചെയ്തേ, മ്യൂട്ടിലുള്ള ജാസറിനെ അൺമ്യൂട്ട് ചെയ്യാം. കേൾക്കാമോ? ആ കേൾക്കാം. ജാസർ ഇത്രയും സമയം സംസാരിച്ചത് കേട്ടിരുന്നോ? അതിന്റെ ഇടയിൽ എന്റെ ഫോൺ ചെറിയ കംപ്ലൈന്റ് ആയി പോയതുകൊണ്ട് എനിക്ക് ഒറ്റവാക്കിൽ പറയാം. എന്താ വെച്ചാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നത്, ക്വസ്റ്റ്യൻ സെഷനൊക്കെ അല്ലെങ്കിൽ ഒരു ചോദ്യം വന്നതാണ്. അതായത് കട വിഷ്വൽ എഫക്റ്റ് കൊടുത്തുകൊണ്ട് പുതിയ ലെവലിലേക്ക് കൊണ്ടുവരണോ, കളർഫുൾ ആക്കണോ കട എന്നുള്ളതാണ് ചോദ്യം. അതിന് നിശാസാർ ആൻസർ പറഞ്ഞ് തീർച്ചയായിട്ടും ആക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളെ ക്ഷണിച്ചിരുന്നു. അതായത് നിങ്ങൾ അഥവാ ജാസറും അതിനാനും കൂടിയുള്ള നിങ്ങളുടെ സംരംഭം, ആ സംരംഭത്തിൽ എന്താ പറയാ, നിങ്ങൾ ആ വിഷ്വൽ എഫക്റ്റ് കൊടുത്തപ്പോൾ ഉണ്ടായ മാറ്റം വളരെ ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്, ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. അതായത് അതിനുവേണ്ടി നിങ്ങളുടെ സ്പെസിഫിക് ആ ആക്ഷൻ പറഞ്ഞാൽ മതി, ജനറൽ ആയിട്ടല്ല. നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം ഓർക്കുന്നില്ല, അതായത് ഒരാൾ അതിനായിട്ട് വെക്കുന്നു, കസേര അങ്ങോട്ട് ഡിസോർഡർ ആവാതിരിക്കും, ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ വിഷ്വൽ എഫക്റ്റ് കൊടുത്തപ്പോൾ മാറ്റം മാത്രം മതി. ഓക്കെ, നമ്മള് നോർമലി ആദ്യം തുടങ്ങിയപ്പോ ചെറിയ രീതിയിലുള്ള ഇവന്റ്സ് ആണ് എടുത്തോണ്ടിരുന്നത്. അപ്പോ ഫസ്റ്റ് ടൈം ഒരു വലിയ ഓർഡർ വന്നു. അപ്പൊ ഓർഡർ കൺഫേം ആയി. ആ കൺഫേം ആയതിനു ശേഷം നമ്മൾ ഇൻഡിവിജ്വലി ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോൾ സാറിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് അവർ വിഷ്വൽ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. ഫാദറും മകനുണ്ട്, 2 ആൾക്കാരുണ്ട്. അപ്പൊ 2 ആളും ഭയങ്കര വിഷ്വൽ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലായി. കുറച്ചും കൂടി ഹൈ റെപ്യൂട്ടഡ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് എനിക്കൊന്ന് ഹൈക്കോർട്ടിലെ ലോയർ ആണ് അവര്. അപ്പോ കുറച്ചും കൂടി ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ കമ്പനിയെ ബാധിക്കും അറിയാം. അപ്പോ ആ ഒരു രീതിയിലായപ്പോ അവർ വിഷ്വൽ ആണ് എന്ന് അറിഞ്ഞതോട് നമ്മൾ അന്നത്തെ ഫംഗ്ഷന് ഫ്ലോറിലെ വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ അഡീഷണൽ 2 സ്റ്റാഫിനെ നമ്മൾ സ്പെഷ്യലി വെച്ചു. പിന്നെ അതുപോലെ ചെയർ നമ്മൾ അവിടെ ഡിസോർഡർ ആവാതിരിക്കാൻ വേണ്ടി അതിന് സെപ്പറേറ്റ് ഒരു സ്റ്റാഫിനെ വെച്ചു. പിന്നെ അവർ പറഞ്ഞ മെനുവിനേക്കാളും ഒരു ഐറ്റം നമ്മൾ അഡീഷണലി കോംപ്ലിമെന്ററി ആയിട്ട് ചെയ്തു കൊടുത്തു. കാരണം ടേബിളിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് മെനു നമ്മളുടെ വക കോംപ്ലിമെന്ററി ആയിട്ട് നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ ആ പശ്ചാത്തലം ഒന്ന് പറയാം. അതായത് നിങ്ങളുടെ കല്യാണത്തിന്റെ ഇവന്റ് ആണല്ലോ, ആ ഒരു പശ്ചാത്തലം പറയാം. കല്യാണത്തിന്റെ ഇവന്റ് ആണ് ജാസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഫ്ലോറാണ് ഉദ്ദേശിച്ചത്, അതല്ലേ കല്യാണത്തിന്റെ? അപ്പോ നോർമലി കല്യാണത്തിന് ചില ടിഷ്യൂസ് കാര്യങ്ങൾ, അതേപോലെ ഡിസ്പോസിബിൾ ഐറ്റംസ്, സ്പൂണ് കാര്യങ്ങൾ, ഇതൊക്കെ ഫ്ലോറിൽ മിക്കവാറും കുറച്ച് റഷ് ആവുമ്പോൾ ഇതിങ്ങനെ വന്നു തുടങ്ങും. അപ്പൊ അവര് ഭയങ്കര എക്സ്ട്രീം, എക്സ്ട്രീം വിഷ്വൽ ആയതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ തന്നെ അവർ ഭയങ്കരമായിട്ട് ഇടങ്ങേറാവും നമ്മൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് സ്പെഷ്യലി നമ്മൾ ഒരാളെ വെച്ച് അത് സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നു. അതുപോലെ തന്നെ ചെയർ ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുമ്പോൾ അത് ഡിസോർഡർ ആവും, ഓട്ടോമാറ്റിക്കലായിട്ട് ആൾക്കാരുടെ റഷിനുള്ള ഡിസോർഡർ ആവും.
അത് കീപ്പ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു സ്റ്റാഫിന് അത് മാത്രം ഡ്യൂട്ടി കൊടുത്ത് നിർത്തി. ചെയേഴ്സിന്റെ ഓർഡർ അതേ ഒരു ഡിസ്റ്റൻസ് തന്നെ കീപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ ഡിഷും കാര്യങ്ങളൊക്കെ കുറച്ച് വൺ ടൈം യൂസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സൈഡിലൊക്കെ ചെറിയ രീതിയിൽ ഒരു നീറ്റ് ഇല്ലാത്ത പോലെ കാണാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വൈപ്പ് ചെയ്യുന്ന കാര്യം ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ 3 ദിവസത്തെ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ 1ാമത്തെ ദിവസത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് 2ാമത്തെ ദിവസം അവർ പെട്ടെന്ന് വന്നിട്ട് പറയാണ് നിങ്ങളുടെ സർവീസ് തീരെ പോരാ എന്ന് പറഞ്ഞ ഒരു കംപ്ലൈന്റ് പറഞ്ഞു. അപ്പോ ഞങ്ങൾ സർവീസിന്റെ ഭാഗത്ത് പോയി നോക്കി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് സർവീസിന്റെ ഭാഗത്ത് അങ്ങനെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. എന്നാലും ഒരു കുറച്ച് സമയം നോക്കിയതിന് ശേഷം തിരിച്ചു പോയി പറഞ്ഞു സർവീസ് ഒക്കെ ഓക്കെയാണ് സർ, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു നല്ല സർവീസ് ഭയങ്കരമായിട്ട് ഫ്ലോപ്പാണ്. അപ്പൊ ഞാൻ സാർ സ്പെസിഫിക് ആയി ചോദിക്കുക എന്ന് പറയണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു സാർ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഏത് ഏരിയയിലാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ കറക്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഈ ഡിഷും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നതിന്റെ സൈഡില് ചെറിയ രീതിയിൽ നീറ്റ് കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ നോർമലി ആരും കല്യാണത്തിന്റെ ഇടയിൽ അങ്ങനെ എക്സ്ട്രീം ആയിട്ട് നോക്കാറില്ല. അപ്പൊ നമ്മൾക്ക് ഈ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്നതിന് പകരം അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോബ്ലം ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വൈപ്പ് ചെയ്യാൻ മാത്രമായിട്ട് ഒരു സർവീസ് സ്റ്റാഫിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ അത് റെഡിയാക്കിയോടുകൂടി അവരുടെ സർവീസ് ഓക്കെ. നോർമലി സർവീസ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് സർവീസിനെ ബാധിക്കുക എന്ന് ചിന്തിക്കും. പിന്നെ അതുപോലെ അതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ പറഞ്ഞത് ഒരു കോംപ്ലിമെന്ററി ആയിട്ട് അഡീഷണൽ ഒരു ഡിഷ് നമ്മൾ ടേബിളിനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തു. കാരണം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്വൽക്കാർക്ക് ഒരുപാട് ഐറ്റംസ് കാണണം എന്നുള്ളത്. അപ്പൊ അവർ പറഞ്ഞില്ലെങ്കിൽ കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് അങ്ങനെ ഒരു ഐറ്റംസ് ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ടാണ് ആ ഫംഗ്ഷൻ നമ്മൾ ക്ലോസ് ചെയ്തത്. അപ്പോ ആ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ അവരുടെ ഈ രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയത് കൊണ്ടായിരിക്കണം അവർ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി എന്റെ ഈ വീട്ടിൽ ഏത് ഫംഗ്ഷൻ നടക്കാൻ പോകുന്നുണ്ടെങ്കിലും അത് നമ്മൾ നിങ്ങളെ തന്നെ ഏൽപ്പിക്കും എന്നുള്ള. കാരണം അത്രയും ഒരു ഏകദേശം ഒരു 4-5 ഇവന്റ്സ് അവിടെ കൊട്ടേഷൻ കൊടുത്ത് പകുതിക്കുന്ന ഡ്രോപ്പ് ചെയ്ത് പോയതാണ്. കാരണം ആ ക്ലയന്റിനോട് ഡീൽ ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു സിറ്റുവേഷനിൽ വന്നപ്പോ അവിടുന്നാണ് നമ്മളത് ഏറ്റെടുത്ത് ചെയ്തത്. പിന്നെ അന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അവർ ഒരു 1.5 lakh rupees അവര് ടിപ്പ് തന്നിരുന്നു. അതായത് ഫംഗ്ഷൻ ഈ രീതിയിൽ അടിപൊളി ആയതുകൊണ്ട് അവരതിനൊരു ടിപ്പും കൂടി തന്നിട്ടാണ് നമ്മൾ പറഞ്ഞു വിട്ടത്. വെരി ഗുഡ്. വാവ്, ബിഗ് ലവ്, ബിഗ് ലവ്, ബിഗ് ലവ്. 1.5 ലക്ഷത്തിനൊക്കെ ടിപ്പൊക്കെ തരാൻ പറഞ്ഞ അവിടെ മനസ്സിലാക്കാം, എല്ലാവരും മനസ്സിലാക്കാം. സാറാണ് ചോദിച്ചത് BA ടെക്നിക്കൽ അവിടെ ഉപയോഗിച്ചത് ജാസിർ അല്ലെ? NLP NLP ഫംഗ്ഷൻ ആണ് നടത്തിയത് അല്ലെ? യെസ്. അപ്പൊ മനസ്സിലാക്കുക VAK വെരി ഇമ്പോർട്ടന്റ് ആണ് ഏത് ബിസിനസ്സിൽ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പേഴ്സൺ ആരാണ്? എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്താണ് മാസ്റ്റർ മൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓരോ ആൾക്കും ഇതൊക്കെ അപ്ലൈ ചെയ്യും അവരുടെ ബിസിനസ്സിലേക്ക്. ലാസ്റ്റ് പേഴ്സൺ ഞാൻ വിളിക്കണോ അത് നിങ്ങൾ സ്വയം വരുന്ന ആലോചിക്കും. നിങ്ങളോട് ശ്രദ്ധിച്ചു ആ ആളുകൾ തയ്യാറാകുന്നതിന്റെ ഒറ്റ പോയിന്റ് കൂടി വരാം. ജാസ്മിൻ പറഞ്ഞതിൻ്റെ ഇവന്റ്സ് ആണ്, പ്രത്യേകിച്ചിട്ട് കല്യാണത്തിന് ഇവന്റ്സ് ആണ് അവരെടുക്കാറ്. അതിന് പുറമെ പുതിയ റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു, അതൊക്കെ സംഭവിക്കുന്നുണ്ട് പയ്യന്നൂരൊക്കെ. അപ്പൊ അവിടെ പുതിയ അതിനായിട്ടൊരു സ്റ്റാഫിന്റെ വർക്കാണ് ആ വിഷ്വലുകാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ആലോചിച്ച് നോക്കൂ, എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് നമ്മൾ കോഴ്സിൽ മനസ്സിലാക്കുന്നത്. വിഷ്വലുകാരെ സാറ്റിസ്ഫൈ ആവണം, ഓഡിറ്റർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അതുപോലെ തന്നെ കൺസൾട്ടേറ്റ് കിട്ടണം. അപ്പൊ ആ ലെവൽ വിഷ്വലുകാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ സ്റ്റാഫ്. എന്ത് കസേര ഒന്ന് നീങ്ങുമ്പോൾ കറക്റ്റ് അപ്പം തന്നെ പോയി ഓർഡർ ആക്കുക. അപ്പൊ ഇതിലൂടെയൊക്കെ ലാസ്റ്റ് സംഭവിച്ചത് എന്താ? ഒരുപാട് ഗ്രോത്ത്, ടിപ്പിന്റെ ഗ്രോത്ത് കൂടുന്നു, അതുപോലെ തന്നെ വീണ്ടും വീണ്ടും കൂടുതൽ ഫംഗ്ഷൻ കിട്ടുന്നു. ആ രീതിയിലുള്ള ഗ്രോത്ത് ആണ് പിന്നീട് പോകുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യും. ഓക്കെ, റെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? എനിബഡി റെഡി? റെഡിയില്ല. ഓക്കെ ഓക്കെ എങ്കിൽ മുസ്തഫ ഗുരുക്കൾ അൺമ്യൂട്ട് ചെയ്യും. മുസ്തഫ ഗുരുക്കൾ, നിങ്ങളെ വോയിസ് കേട്ടിട്ടേ ഇല്ല. എന്തൊക്കെയാണ് നിങ്ങളുടെ ടോട്ടൽ ചേഞ്ച് നമ്മുടെ ക്ലാസ്സിന് ശേഷം ഉണ്ടായ ചേഞ്ച്? NLP ഗ്രോത്ത് മാസ്റ്ററുടെ ശേഷം ഉണ്ടായ ചേഞ്ച്? ഹലോ, നമസ്കാരം. നമസ്കാരം. ഒരുപാട് നമ്മുടെ ക്ലാസ്സിന് ശേഷം നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഓക്കെ, എനിക്ക്
ഞാൻ ഒരു പഴയ ഒരു ആയുർവേദ ചികിത്സയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഒരു 10-25 വർഷമായിട്ട് ഒരു പഴയ ബിൽഡിങ്ങിലായിരുന്നു. നമ്മുടെ ക്ലാസ്സിന് ശേഷം ഞാൻ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി. സാറ് പറഞ്ഞ മാതിരി ഒക്കെ ഒരുപാട് പുതിയ കസ്റ്റമർ വരുമ്പോ തന്നെ ആ മാറ്റം വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വരുന്ന രോഗികൾക്കാണെങ്കിലും എല്ലാ എങ്ങനെ നോക്കുകയാണെങ്കിലും ഓരോ ദിവസം ഓരോ പുതിയ പുതിയ രോഗികൾ പറയുന്നത് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് ഉള്ളിൽ നമ്മളെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്, വരുന്ന അവർക്കും തന്നെ. അത് മാത്രമല്ല നമ്മളെ ക്ലാസ്സിന്റെ തൊട്ട് മുമ്പ് ഒരു 20-ാം തീയതി 19-ാം തീയതിയാണ് ഒരു ഫാമിലി വന്നു. അപ്പൊ അവരെ കൂടെ ഉള്ളൊരു ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ കുട്ടി പറഞ്ഞു, അമ്മയും അമ്മൂമ്മയും ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോ വളരെ ചെറിയ 4 വയസ്സുള്ള കുട്ടി. പക്ഷെ ഞാൻ എന്റെ റൂമിൽ ഇത് കേൾക്കുന്നുണ്ട് പറയണത്. അപ്പോ അമ്മനോട് ചോദിക്കുകയാണ്, ഈ പഴയ ബിൽഡിങ്ങിലാണോ ചികിത്സ നടത്തുന്നത്? അപ്പോ അത് ഞാൻ കേട്ടിരുന്നു. പക്ഷെ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ബിൽഡിംഗ് മാറി, ചേഞ്ച് ചെയ്തു, പുതിയ സ്ഥാപനത്തിലേക്ക് മാറി. ആ സമയത്ത് എന്ത് ചെയ്തു, ഈ അമ്മ എന്നോട് ചോദിക്കുക, എന്റെ മകള് പറഞ്ഞു അന്ന് ഇങ്ങനെ പഴയ ബിൽഡിങ്ങിലേക്ക് വന്നപ്പോ, ഇപ്പൊ മകളെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവരികയാണെങ്കിൽ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഒരുപാട് മാറ്റങ്ങളാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഫീൽ ചെയ്യാൻ കഴിയുന്നതും. ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാം. കാരണം ഇപ്പൊ 2 ആഴ്ച ആവണുള്ളൂ. വളരെ എല്ലാ വിധത്തിലും എന്റെ നല്ല അഭിപ്രായങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തില് ഈ സക്സസ് സ്റ്റോറികൾ, ഇത്തവണ സക്സസ് സ്റ്റോറിയാണ് ചെയ്തത്, 12 കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടാണ് മാസ്റ്റർ മൈൻഡ് പൊതുവെ ചെയ്യാറ്. അറ്റ്ലീസ്റ്റ് ഇത്തരം ചുരുങ്ങിയത് ഈ രീതിയിൽ മാസ്റ്റർ മൈൻഡ് ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യും. ഇത് നല്ലതാണ്. ഈ കൂട്ടായ്മയിലൂടെ ഇങ്ങനെ അവരുടെ സക്സസ് സ്റ്റോറി ചെയ്യുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു, എല്ലാവരും ഷെയർ ചെയ്യുന്നു. ഇത്തവണ അടുത്തവണ പുതിയ ആൾക്ക് ഷെയർ ചെയ്യാം. താല്പര്യമുള്ളവര് യെസ് എന്ന് ടൈപ്പ് ചെയ്യും. യെസ് എന്ന്. ഇനിയും ഇത് ആവശ്യമുണ്ട്, ആഗ്രഹമുള്ളവർ, ഇനിയും ആഗ്രഹമുണ്ട്, നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ യെസ് ടൈപ്പ് ചെയ്യാം. വെരി നൈസ്. മോർ യെസ് അത് മോർ യെസ്. ഓക്കെ, വെരി നൈസ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എത്ര പേര് ഈ സെഷൻ, മാസ്റ്റർ മൈൻഡ് സെഷൻ ബെനിഫിഷ്യലായി, ഉപകാരപ്രദമായി എന്ന് മനസ്സിലാക്കുന്നവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യും. യെസ് ഓർ വൈ ടൈപ്പ് ചെയ്യാം. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്, ഓസം, അല്ലെങ്കിൽ ബെനിഫിഷ്യൽ എന്നായിരുന്നു. യെസ് ബെനിഫിഷ്യൽ. യെസ് വെരി ഗുഡ്. യെസ്. Very good. Okay. Beneficial. Very good. Beneficial. Okay. And before winding up, type ചെയ്തോളൂ. ടൈപ്പിംഗ് നടക്കട്ടെ. പാർട്ടിസിപ്പേഷൻ 100% പാർട്ടിസിപ്പേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. യെസ് വെരി ഗുഡ്. യെസ് ബെനിഫിഷ്യൽ. മുഹമ്മദ് ഷാജാൻ ബെനിഫിഷ്യൽ. യെസ് വെരി ഗുഡ്. ആൻഡ് ബിഫോർ വൈൻഡിങ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ലേഡീസ് എന്നാർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സ്വയം വരാം. സ്വയംവരം ഉണ്ടല്ലോ. ഓക്കെ, കമോൺ എനിബഡി. ഓക്കെ, ഹുസ്ന അൺമ്യൂട്ട്. ഹുസ്ന കമോൺ. ബെനിഫിഷ്യൽ ടൈപ്പ് ചെയ്തോളൂ. ടൈപ്പ് ചെയ്തോളൂ. ഫൈനൽ ഒരു ലേഡീസ് സെക്ഷൻ ഒന്നുമില്ല. ലേഡീസ് പാർട്ടിസിപ്പന്റ് കുറവാണ് ഇത്തവണ. എന്നാൽ കൂടി ഉള്ള ആളിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം. കമോൺ, സ്റ്റാർട്ട്. യു ക്യാൻ സ്റ്റാർട്ട് ഹുസ്ന. സക്സസ് സ്റ്റോറി കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ഇതുവരെ പറഞ്ഞതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അതായത് പിന്നെ അവിടുന്ന് നമ്മള് കോൺട്രിബ്യൂട്ടർ ആവുക എന്ന് പറഞ്ഞ സമയത്ത്
എന്തൊക്കെയോ സംതിങ് എനിക്ക് ഉള്ളിൽ സംഭവിച്ചു. അങ്ങനെ നമ്മള് പിറ്റേന്ന് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്ന സമയത്താണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. കാരണം അതുവരെ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും, അതായത് യഥാർത്ഥത്തിൽ അവിടുന്ന് മനസ്സിലാക്കിയ ഒരു കോൺട്രിബ്യൂട്ടർ എന്ന ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അതായത് പിന്നെ നമ്മുടെ ക്ലയൻസ് വരുന്ന സമയത്ത് എന്റെ തോട്ട്സ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങള് ശരിക്കും കോൺട്രിബ്യൂട്ടർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കംപ്ലീറ്റ്ലി ഞാൻ മാറിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യായിരുന്നു ഞാൻ. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടില്ല ഞാനിപ്പോഴും. ആ ഒരു പിന്നെ ബോധത്തിൽ തന്നെയാണ്. അതായത് ഓരോ കാര്യങ്ങളും വരുമ്പോ ശരിക്കും എന്റെ ഉള്ളിലേക്ക് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് യഥാർത്ഥത്തില് ആ പറഞ്ഞ അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് തിരിച്ചറിവുകളാണ് എനിക്ക് ആ ക്ലാസ്സിന് ശേഷം ഉണ്ടായത്. അതായത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തോട്ട് വേർഡ്, അട്ടർ വേർഡ് ആൻഡ് ആക്ഷൻ വേർഡ് സെയിം ആകണം എന്നുള്ളത്. അപ്പം സാറ ജസ്റ്റ് അവിടെ ഒന്ന് മെൻഷൻ ചെയ്ത സമയത്ത് എനിക്ക് അപ്പൊ ഞാന് ആ ഒരു 2 day ക്ലാസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്റെ അട്ടർ വേർഡും ആക്ഷൻ വേർഡും സെയിം അല്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ എനിക്ക് അത് അപ്പൊ തന്നെ റിയലൈസ് ചെയ്തു. പിന്നെ ഞാനത് നമ്മുടെ ഓൺലൈൻ സെഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്റെ തോട്ട് വേർഡും അട്ടർ വേർഡും സെയിം അല്ല എന്നുള്ളത്. കാരണം ഇപ്പൊ മണിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോ നമുക്ക് ശരിക്കും കോൺഷ്യസ്ലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരുപാട് പിന്നെ അബണ്ടൻസ് ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മറ്റ് റിയൽ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ തോട്ട്സ് ഓട്ടോമാറ്റിക്കലി വരുന്ന തോട്ട്സ്, അത് അൺകോൺഷ്യസ് വരുന്ന സംഗതിയും എന്റെ അട്ടർ വേർഡും സെയിം അല്ല എന്നുള്ള ആ ഒരു റിയാലിറ്റി തിരിച്ചറിഞ്ഞു. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഈ കോൺട്രിബ്യൂഷന്റെ കേസ്, അതായത് ഇങ്ങനെയുള്ള കേസ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഓരോ പോയിന്റ്സ്, പിന്നെ ഞാൻ ബേസിക്കിന് ഒരു ദിവസം വന്നു. അന്ന് മുമ്പും സാർ ഒരുപാട് തവണ പറയാറുണ്ടായിരുന്നു കോൺഷ്യസ് മൈൻഡ് ചതിയനാണ്, കോൺഷ്യസ് മൈൻഡ് ചതിയനാണെന്നുള്ളത്. പക്ഷെ എനിക്ക് അന്ന് ഞാനത് കേട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് വലിയൊരു തിരിച്ചറിവായിട്ട് എനിക്ക് തോന്നി. ശരിക്കും കോൺഷ്യസ് മൈൻഡ് ചതിയനാണ്. കാരണം എന്നെ ഇങ്ങനെ ഡൈവേർട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നാക്കം എന്താ പറയാ, ശരിക്കും ഉള്ളിലേക്ക് നോക്കുന്നതിന് പകരം മറ്റ് പല കാര്യങ്ങളിലെ എൻഗേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ആ ഒരു വലിയ സത്യം ഇങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശരിക്കും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുറത്തേക്കൊന്നുമല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കംപ്ലീറ്റ്ലി ഉള്ളിലേക്ക് നോക്കാനുള്ള അതിന് സമയം കണ്ടെത്താൻ ഇപ്പൊ ഒരു മടിയും ഇല്ല. അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന തോട്ട് വേർഡ്, അട്ടർ വേർഡ്, ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബോഡി മൈൻഡ് സ്പിരിറ്റിനെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ അതൊന്നും ചെയ്യുന്നതിൽ ഞാൻ ആദ്യം എല്ലാം കുറേശ്ശെ ചെയ്യുമ്പം ഞാൻ അതിനകത്ത് ഹാപ്പി ആണ് എന്ന് വരുത്തി തീർക്കുകയോ മറ്റോ ചെയ്യും. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനകത്ത് എത്ര ചെയ്തിട്ടും അത് ഇനിയും ചെയ്യാനുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് എന്റെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ എനിക്ക് വലിയൊരു പ്രതീക്ഷയാണ് എന്തായാലും ഉള്ളത്. ഓക്കെ, തോട്ട് ലെവൽ ചേഞ്ച് ഒരുപാട് ഷിഫ്റ്റ്. ഇതൊക്കെ ഇംപ്ലിമെന്റേഷനിൽ കൊണ്ടുകഴിഞ്ഞാൽ ബിസിനസ്സിൽ ഗ്രോത്ത് വരുമില്ല എന്താ വാട്ട് യു ഫീൽ നൗ? ഒരു സംശയമില്ല അതിനകത്ത്. കാരണം കുറേശ്ശെ ഇതിനകത്ത് മാറ്റം കൊണ്ടുവരുമ്പോ തന്നെ എന്റെ ലൈഫ് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഇതെല്ലാം കൂടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. ഇതിൽ നമ്മളെപ്പോഴും ഒന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്, കോൺഗ്രുവൻസി എന്ന് പറഞ്ഞൊരു വിഷയമാണ്. നമ്മൾ കോൺഷ്യസ് ലെവലിൽ ചിന്തയെല്ലാം ഓക്കെയാണ്, പക്ഷേ അൺകോൺഷ്യസ് ലെവൽ നമ്മൾ അങ്ങനെ ആയോ ഇല്ലയോ എന്നുള്ളത്. അൺകോൺഷ്യസ് ലെവലിൽ അങ്ങനെ അല്ലെങ്കിൽ ഡീപ്പർ മൈൻഡിൽ അങ്ങനെ ആവുമ്പോഴാണ് യഥാർത്ഥ റിസൾട്ട് വരിക നമ്മൾ കോഴ്സിലൂടെ മനസ്സിലാക്കിയതാണ്. മറ്റൊരു ഭാഷ പറഞ്ഞാൽ സൂപ്പർ കോൺഷ്യസ് മൈൻഡിൽ അതിന്റെ സീഡ് അവൈക്കൻ ചെയ്ത് കഴിഞ്ഞാലാണ് അത് സംഭവിക്കുക. തീർച്ചയായിട്ടും എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അത് കോൺഷ്യസ് കൊണ്ട് അത് കോഗ്നിറ്റീവ് ലെവൽ ചേഞ്ച് വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ചിന്താതലത്തിൽ മാത്രം പോരാ, എക്സ്പീരിയൻസ് ലെവൽ കൂടി ചേഞ്ച് ചെയ്യണം എന്നർത്ഥം. ഓക്കെ, പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ഒറ്റ പോയിന്റ് കൂടി നമുക്ക് പറയാം. അതായത് വിഷനറി പ്ലസ് മറ്റൊരു രീതിയിൽ ഇങ്ങനെ പറയാം. അതായത്
സാധാരണ കോഴ്സിൽ പറയാറുണ്ട് ലൈഫ് ഈസ് ഓൾവേസ് 3 dimension, 3 ഡയമെൻഷനാണ്. അതായത് ചില ആളുകൾ ഗ്രേറ്റ് വിഷണറി ആയിരിക്കും. വിഷണറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വിഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ട് ലെവൽ ഗംഭീരമായ വിഷൻ ആയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിയില്ല. ഇംപ്ലിമെന്റേഷൻ രംഗത്തെ ഫെയിലിയർ ആയിരിക്കും അവർ. എന്നാൽ ചില ആളുകൾ എന്താണ് ഗംഭീരമായ ഇംപ്ലിമെന്റർ ആയിരിക്കും അവർ. ഇംപ്ലിമെന്റർ ഗംഭീരമായ ഇംപ്ലിമെന്റർ ആയിരിക്കും. പക്ഷെ അത്ര വിഷൻ ഉണ്ടാവില്ല. ആരെങ്കിലും പറഞ്ഞു തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, പക്ഷെ വിഷനിൽ അത് വരില്ല. സ്വന്തം ഐഡിയ ആയിട്ട് ഇൻസൈറ്റ് ആയിട്ട് വരുന്നില്ല. ഇങ്ങനെ രണ്ടാളുകളാണ്. ഇതിന്റെ ഇടയിലാണ് സെൻട്രൽ പോയിന്റ് ആണ്. ഇത് രണ്ടും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നവരാണ് റിയൽ സക്സസ്ഫുൾ ഓൺടർപ്രണേഴ്സ്. ഇവരാണ് യഥാർത്ഥ സക്സസ്ഫുൾ ഓൺടർപ്രണേഴ്സ്. ഒരേ സമയത്ത് വിഷനറിയാണ്, ഐഡിയകളും ഇൻസൈറ്റുകളൊക്കെ വരുന്നു, അത് അതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ കോച്ചിങ്ങിലൂടെ ചെയ്യാൻ പോകുന്നത്. കോച്ചിങ്ങിൽ സംഭവിപ്പിക്കാൻ പോകുന്നതാണ്. വിഷനും കൂട്ടുന്നു, ഇംപ്ലിമെന്റേഷൻ. വെറുതെ വിഷൻ മാത്രം പോരല്ലോ, തോട്ട് ലെവൽ മാത്രം പോരാ, അത് ഇംപ്ലിമെന്റേഷനിൽ വരുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുന്നത്, ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഗ്രോത്ത് ആണ് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവും. മനസ്സിലാക്കുക നമ്മൾ എത്തേണ്ട ലെവൽ എന്താ നിങ്ങൾ മനസ്സിലായി. കേവലം വിഷനറി മാത്രമല്ല, കേവലം ഇംപ്ലിമെന്റേഷൻ മാത്രമല്ല, മറിച്ച് എന്താണ് ഇംപ്ലിമെന്റേഷൻ വിത്ത് ക്ലിയർ വിഷൻ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് എന്താണ്, ഇത് കോഗ്നിറ്റീവ് ലെവലിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. ഇനി എക്സ്പീരിയൻഷ്യൽ ലെവലിലൂടെ ആ കോച്ചിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മളെ തെറാപ്യൂട്ടിക് ലെവലിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാണ് ഈ നിങ്ങൾ സെൻട്രൽ പോയിന്റുള്ള ആളായി മാറാണ്. അപ്പാണ് ഗംഭീരമായി സക്സസ് ചെയ്യുന്നത്. അവസാനമായിട്ട് എനിക്ക് അബ്ദുൽ നാസർ സാർ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ലാസ്റ്റ് ഓഫ് ദ ലാസ്റ്റ്, എനി സക്സസ് സ്റ്റോറി, എനിത്തിങ് ചിറ്റ് ചാറ്റ്? ഞാൻ എന്താ പറയാന്ന് പറഞ്ഞാല് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കുറെ പരിചയം, ഇപ്പൊ സാറ് പറഞ്ഞതൊക്കെ ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ആ ഒരു ചിന്തിക്കുന്ന ഒരാളാണ്. കോൺട്രിബ്യൂഷൻ എന്നൊക്കെ അതിനെ പറ്റി അറിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ഒരു മനസ്സങ്ങനെയുള്ള ഒരാളായിരുന്നു. ഞാൻ അവിടെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഈ ലാഭങ്ങളൊന്നും ഞാൻ ആദ്യം നോക്കിയിട്ടില്ല ബിസിനസ്സിൽ. ഇപ്പോ ഞാൻ ഈ വർക്കുകളൊക്കെ എടുക്കുമ്പോൾ, കോൺട്രാക്ട് വർക്കുകൾ എടുക്കുമ്പോഴൊക്കെ എനിക്ക് തന്ന, ഞാൻ ഇപ്പൊ സബ് കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ ആ കോൺട്രാക്ടർക്ക് എത്രമാത്രം അയാളെ ഉത്കണ്ഠ ഒക്കെ ഉണ്ടായത് വർക്ക് തീരോ ഇല്ല എന്നുള്ളത്. പക്ഷെ ഞാൻ അതിനൊക്കെ ഈ രാവും പകലും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. പിന്നെ ഈ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള ഒരു വാക്കിനെ വളരെ ആകർഷിച്ചതാണ്. കാരണം ഞാൻ ആ ഒരു ലെവലിലുള്ള ഒരാളായിരുന്നു. അപ്പൊ അതിന്നും എനിക്ക് അത് ഒഴിവായി എനിക്ക് സത്യത്തിൽ പറയുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഫ്രീ ആയി അത് ഒഴിവായപ്പോ. മറ്റേത് എൻ്റെ ഇവിടെ വേറൊരു ഡീലർ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവര് എൻ്റെ സ്ഥാപനത്തിലേക്ക് വരുമ്പം അവര് എന്താ പറയാ, അതേ സെയിം തന്നെ അവര് ഇത് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ അവർ കോപ്പി ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ ഫാക്ടറിയിലേക്ക്, എൻ്റെ യൂണിറ്റിലേക്ക് വരുമ്പോഴൊക്കെ എനിക്ക് പലതും എൻ്റെ വർക്കേഴ്സായിട്ട് അവർ സംസാരിച്ച് അവരെ എന്താ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെ ഉള്ള ഒരു പേടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒക്കെ കുറെയൊക്കെ ഞാനത് ഒഴിവായി. ഞാൻ സത്യം പറയുകയാണെങ്കിൽ വളരെ ഫ്രീ ആണ്. ഞാനിപ്പോ അവർക്ക് ശരിക്ക് എന്താ പറയാ, എൻ്റെ പോലെ തന്നെ വേറെ ബിസിനസ് ചെയ്യുന്ന കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഡീലേഴ്സ് ഒക്കെ. അവരായിട്ട് ഞാനിപ്പോ വളരെ ഫ്രണ്ട്ലി, കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. മറ്റേത് മുമ്പൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കും. കാരണം അത് ബിസിനസ്സില് രഹസ്യങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അത് അവർ കോപ്പി ചെയ്ത് അവര് ഇത് ചെയ്യുന്നുള്ള. ഇപ്പൊ ആ കൊളാബറേഷൻ ആണ് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കി ആ ലെവലിലാണ് ഇപ്പൊ ഞാൻ നീങ്ങുന്നത്. ഇപ്പം ആരെന്റെ അടുത്തേക്ക് വന്നാലും ആ ലെവലിൽ ഞാൻ അവരെ സ്വീകരിച്ച് ഓപ്പൺ മൈൻഡിൽ സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഫ്രീ ആയി. എനിക്ക് എന്താ അതിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ സന്തോഷവാനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാരം ഞാൻ ഇറക്കി വെച്ചു. ഇപ്പൊ വളരെ കൂളായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ മൂവ് ചെയ്യാണ്. അത് വലിയൊരു ഉപകാരം എനിക്ക് കിട്ടി. ആ 2 ദിവസത്തെ മാസ്റ്ററിയോട് കൂടിയിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്, NLP-ന്റെ.
വാട്ട് ഡു യു നീഡ് മോർ എന്നുള്ളത്. ഇതിനേക്കാൾ കൂടുതൽ എന്താണ് ഒരു മനസ്സിൽ നേടാനുള്ളത് ലൈഫിൽ? ആ ടെൻഷനൊക്കെ ഭാരമൊക്കെ ഇറങ്ങിയിട്ട് സന്തോഷത്തോടെ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ വലിയ കാര്യമാണ് സാർ? വലിയ കാര്യമല്ലേ? വലിയ കാര്യമാണ് തീർച്ചയായിട്ടും. ഒരു ലൈഫ് കിട്ടിയിട്ട് നമ്മുടെ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മണി മെഷീനായിട്ട് ടെൻഷൻ അടിച്ച് ജീവിച്ച് മരിച്ചു പോകേണ്ടവരല്ലല്ലോ നമ്മൾ ഹാപ്പിയായി പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡിലും പൈസയിലൂടെ ഗ്രാറ്റിറ്റ്യൂഡും സ്തുതിയും ഒക്കെ വന്ന് ആ ഒരു ലെവലിലാണോ പോകേണ്ടത്? സ്പിരിച്വൽ ലെവലൊക്കെ ആ ലെവലിലാണോ പോകേണ്ടത്? അത് തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് അത് അവസാനമായിട്ട് ഒരൊറ്റ വാക്ക്, അതായത് ഈ ഇന്നത്തെ സിറ്റിങ്ങിലൂടെ, ഈ മാസ്റ്റർ മൈൻഡ് സെഷനിലൂടെ ബെനിഫിഷ്യൽ ആണെന്ന് എല്ലാവരും ടൈപ്പ് ചെയ്തു. ഈ ഒരു സെഷനെ കുറിച്ച് നിങ്ങൾ വാക്കുകളിൽ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് വൺ വേർഡ്? ആ ഒരു വൺ വേർഡ് എന്താണ്? ഫാന്റാസ്റ്റിക് ആയിരിക്കാം, മോശമായിരിക്കാം, അങ്ങനെ കുറെ വേർഡുകളുണ്ടല്ലോ. എന്താണ് ഈ സെഷനെ കുറിച്ച് നിങ്ങൾക്ക് പറയണം? ആ വൺ വേർഡ് എന്തായിരിക്കും? ടൈപ്പ് ഇൻ ദി ചാറ്റ് ബോക്സ്. Type in the chat box. What is that one word about this session? Insightful. Yes. Nihala, Nizar, thank you. Insightful. Change. Excellent. Very good. Very good. Very good. Muhammad Ali, excellent. Okay. Wow. Abdul Jasim, wow. Very good. Wonderful. Very good. Love it. Yes, sir. Very good. Very love it. Yes, change, excellent. What's that one word? Super, fantastic. Very good, very good, very good, very good. Two word രണ്ടാമത്തെ word type ചെയ്യട്ടോ. Second word type ചെയ്യാം. That's the first word. Refreshing. Jasul, doctor, very good. Refreshing. Very good, very good. Yes, excellent. Very good, very good, excellent. Then, come on. What is the first word? Second word also you can type. The second word also. Yes, super. Shafiq Ali, super, very good, very good, very good, very good. Before Mandarkad, very good, very good. Yeah. Okay. Okay, good. Okay. Type with alert, type with participate 100% participation. Under booming, very good. What is that? Amazing. Yes, useful. Very good, very good. Yes, useful. Then everybody, come on. Tiricharivugal. Dr. Ramshana, Tiricharivugal. Okay, very good, very good. Yes, flavoring. Wow, flavoring. Oh, wow, flavoring. Refreshment. Wow, maximize. Yes, refreshment, maximize. What is that one word that you can say about this session? Come on, everybody participate. Everybody, come on. Wind up here. Everybody, come on. Maximize. എല്ലാവരും ഇതിൽ പങ്കെടുക്കാം. ഈ വേർഡ് ടൈപ്പ് ചെയ്യുന്നതിൽ എല്ലാവരും പങ്കെടുക്കും. അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്കുള്ള കോൺട്രിബ്യൂഷൻ. ഫ്രഷ്നെസ്, വെരി ഗുഡ്. ഫ്രഷ്നെസ്, വെരി ഗുഡ്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. യു കൻ ടൈപ്പ് ഇൻ മലയാളം ആൾസോ. ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യണമെന്നില്ല. മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. റീചാർജിങ്, ചാർജിങ് ലൈഫ്, യെസ്. ചേഞ്ചിങ് ഗ്ലാസ്, വെരി ഗുഡ്. അഹമ്മദ് പി എൻ സാർ, യെസ്. ചേഞ്ചിങ് ഗ്ലാസ്. ഫഹദ്, ചേഞ്ചിങ് ലൈഫ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. മലയാളത്തിലാണെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യണമെങ്കിൽ മലയാള ഭാഷയിലും ടൈപ്പ് ചെയ്യാം. ലാംഗ്വേജ് ഷുഡ് നോട്ട് ബി എ ബാർ ടു എക്സ്പ്രസ് അവർ ഐഡിയാസ്. നമ്മുടെ ഐഡിയാസ് പ്രകടിപ്പിക്കാൻ. Yes, energetic. Very good, very good. Energetic. Then come on, everybody. ഓരോരാളും ടൈപ്പ് ചെയ്യുന്ന ഉറപ്പിക്കാം. That is your contribution to us. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ. കാരണം നിങ്ങളുടെ ഇത് സൂപ്പറാന്ന് പറയുമ്പോഴാണ് കൂടുതൽ ചെയ്യാൻ വേണ്ടി സക്സസ് വാലിക്കും അതിന്റെ പിന്നിലുള്ള ആളുകൾക്കും എനർജി കിട്ടുന്നത്. നിങ്ങൾക്ക് ആവശ്യം അത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷൻ ആണ്. ഇൻട്രസ്റ്റിംഗ്, വെരി ഗുഡ്. അബ്ദുൽ നസീർ, ഇൻട്രസ്റ്റിംഗ്. നിങ്ങളുടെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷൻ ആണ് ഈ ടൈപ്പ് ചെയ്യാന്നുള്ളത്. യു ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു സക്സസ് വാലി. ഈ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾ ഹീലിംഗ്. റംഷാന, വെരി ഗുഡ്. നിങ്ങൾ എത്ര കണ്ടാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത്ര കണ്ടാണ് നിങ്ങൾക്കും കോൺട്രിബ്യൂഷൻ വരിക. നിങ്ങളുടെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അറിയില്ല, നിയമം അറിയില്ല. ഹോപ്പ്ഫുൾ, ഹുസ്നാക്കി, ഹോപ്പ്ഫുൾ, വെരി ഗുഡ്. എന്താണോ നിങ്ങൾ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അത് ആദ്യം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. എങ്കിലേ നിങ്ങൾ കിട്ടുള്ളൂ. നിങ്ങൾ കോൺട്രിബ്യൂഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കോൺട്രിബ്യൂഷൻ മറ്റുള്ളവർക്ക് കൊടുക്കുക. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുന്ന യൂസ്ഫുൾ. വാവ്, വെരി ഗുഡ്,
വെരി ഗുഡ്, താങ്ക് യു. അത് മനസ്സിലായിട്ടാണ് അബ്ദുൽ കരീം സാർ എന്താ ഉദ്ദേശിച്ചത്? RECHA, വാട്ട്സ് ദാറ്റ്? ഒന്നും കൂടി വ്യക്തമാക്കിട്ട് തന്നോ അബ്ദുൽ കരീം സാർ? ഹോപ്പ്ഫുൾ ഹുസ്ന, വെരി ഗുഡ്, വെരി ഗുഡ്. RECH എല്ലാവരും ഇംഗ്ലീഷ് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്ക്. ലൈക്കാൻ കഴിഞ്ഞു, വെരി ഗുഡ് മൻസൂർ, വെരി ഗുഡ്. വെയിറ്റിംഗ് നെക്സ്റ്റ് ക്ലാസ്, യെസ്. റീചാർജബിൾ, യെസ്. ക്യാമറ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ മനുഷ്യന്റെ മൈൻഡ്. എന്റർടൈനിങ് റംഷാന, വെരി ഗുഡ്, വെരി നൈസ്. എന്റർടൈൻമെന്റ് കാര്യമായിട്ട് ഞാൻ തന്നില്ല, തുടക്കമായതുകൊണ്ട് എന്റർടൈൻമെന്റ് ഒക്കെ വരാം. ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടി അബ്ദുൽ ജസീം സാർ. ഓക്കെ, വാവ്, മോസ്റ്റ് വെൽക്കം. കോൺട്രിബ്യൂട്ട്, എവരിബഡി കോൺട്രിബ്യൂട്ട്. ഫൈനൽ സ്റ്റേജ്, ഫൈനൽ. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ എനർജി വർദ്ധിപ്പിക്കുന്നത്. അതിൽ നിന്നാണ് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെയാണ് വരിക അവസാനം, അല്ലെ? എല്ലാ മഴയും അല്ലെ അരുവികളായി, വെള്ളച്ചാട്ടങ്ങളായി, പുഴകളായി അവസാനം കടലിലേക്ക് പോകുന്നത് പോലെ വീണ്ടും തിരിച്ച് കാർമേഘങ്ങളായി വീണ്ടും മഴ വരുന്നത് പോലെ നിങ്ങൾ തരുന്ന ഓരോ കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ തരുന്ന എനർജിയാണ് നിങ്ങളേക്ക് തന്നെ തിരിച്ചു വരിക. ലാസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടി. യെസ്. ഇനി ഒരുപാട് പേരുണ്ടല്ലോ ബാക്കി, ഒരുപാട് പേര് ഇനിയും ടൈപ്പ് ചെയ്യാൻ ബാക്കിയുണ്ട്. എവരിബഡി പാർട്ടിസിപ്പേറ്റ്. ലാസ്റ്റ് 2 minutes, എവരിബഡി. ലാസ്റ്റ് 2 minutes ടൈപ്പ് ചെയ്യാനുള്ളവർക്കുള്ള ലാസ്റ്റ് ചാൻസ്. വാട്ട് ഈസ് ദാറ്റ് വൺ വേർഡ്? ഓക്കെ, അബ്ദുൽ നാസർ, മാസ്റ്ററിങ്സ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, 1.5 minute ലാസ്റ്റ് പിരിയാൻ പോകണം. ലാസ്റ്റ് 1.5 minute കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ടൈപ്പ് ചെയ്തോണ്ട്, ചാറ്റ് ചെയ്തോണ്ട്. എനിബഡി ക്യാൻ ഡു. God bless you all. Okay, may God bless you also, Amal sir. Thank you so much, most welcome. Okay. Okay, very good, very good. Thank you so much. 1 minute, last 1 minute. Last 1 minute. Type ചെയ്യാനുള്ള last 1 minute. Okay. Thank you so much. Okay. Last 1 minute. Are very kindful, Fahad. Okay, thank you. Bless with this session. Thank you all. Ramshana. Okay, very good. Thank you, Ramshana, doctor. Okay. Last 1/2 minute. Final 1/2 minute. Bye bye പറയാൻ പോണു. Thank you, Ahmad PL sir. Bye bye പറയാൻ. Okay. Okay. രുചി അറിയാനും അനുഭവിക്കാനും കഴിഞ്ഞു മൻസൂർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട് സർ. ഓക്കെ, ഓക്കെ, 15 seconds ലാസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് ചാൻസ്. താങ്ക്സ്. യെസ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓക്കെ, താങ്ക്സ്. ഓക്കെ, അഡ്വാൻസ് ഒക്കെ മുങ്ങുന്നുണ്ടില്ലേ? അഡ്വാൻസ് ലാസ്റ്റ് ഒക്കെ പിരിഞ്ഞു പറയാൻ. ഓക്കെ, ഹാർട്ട് ടച്ചിങ് ഫാദർ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, heart touching. Okay, very good. Final chance. Okay. Okay. Melting, Ramshara. Wow. Very good. Hug. Okay. Okay, thank you. Okay. Thank God, giving good teacher. Okay, Mohammed. Thank you very much. Thank you very much. Venankali sir. Oru online hugging. Okay. Wow. Oru online hugging. Wow, very good. Okay, very good. Energy. Okay. See you in the next session. Okay. Wish you all the best and thank you very much. Okay. See you. Bye. Is an international certified trainer. Moinu has completed hundreds and hundreds of trainings in various topics from many top international trainers. He has obtained many international certifications. Following are a few names of his trainers. Tony Robbins, USA.
Dr. John D. Martini, USA. Brian Tracy, USA. Blair Singer, USA. Mac Attram, UK. Zoltan Hrusko, USA. Marcus D. Maria, Europe. Larry Gilman, USA. Alex Mandosian, USA. Robert Riopel, Canada. Timothy Hewen, Australia. Thaddeus Lawrence, Singapore. Seen Sia, Singapore. Shiv Khera, India. And many more. He has conducted his life-changing trainings in Dubai, Sharjah, Abu Dhabi, Ajman, Al Ain, Doha, Qatar, and India. Moinu is a motivational speaker. Moinu is an enthusiastic and passionate motivational speaker. He has an extraordinary and unique power to stir the audience and motivate to achieve the goals intended in the session. He has done several motivational sessions on various topics of life on different stages with top trainers like Shiv Khera, both in Middle East and India. He has completed several intense in-house courses, trainings, and direct coaching in NLP, Neuro-Linguistic Programming, TA Psychology, CBT, REBT, Counseling, Psychotherapy, ESP, Meditation, Yoga, Pranic Healing, Theta Healing, Silva Ultra Mind System, and much more from several experiential masters both from India and abroad. He has 23 years of experience in his field. He is the founder of Success Valley, a private limited company specializing in success, abundance, happiness, and fulfillment in all areas of human life. His training is an experience, not a program. It is transformative, not informative. It is therapeutic, not theoretical. It is engaging and amusing, flavored with outstanding anecdotes, parables, stories, experiences, and jokes. Media. Moinu's programs and interviews have been telecasted by many TV channels of Kerala, India, and Middle East. He has been invited as a chief guest in Sharjah International TV, a Sharjah government channel. Many newspapers like Malayalam Manorama, Madhrubhumi have reported his services to the humanity.